നിങ്ങൾ കരുതുന്നുണ്ട് ഈ ഭൂകമ്പം ഉണ്ടായത് എന്തുകൊണ്ടാണെന്ന്? ഏറ്റവും കൂടുതൽ ബാധിച്ചത് എവിടെ? കേരളത്തിൽ. ഏറ്റവും കൂടുതൽ ബാധിച്ചത് എവിടെ? കേരളത്തിൽ. എന്താ ബാധിച്ചത്? ഭൂമി കുലുങ്ങി, ജലപ്രളയം ഉണ്ടായി, ഭൂകമ്പം ഉണ്ടായി, ഭൂമി വിഴുങ്ങി വീടുകൾ. അതേപോലെ തന്നെ ഉരുൾപൊട്ടൽ ഉണ്ടായി. ഇത് മുഴുവനും ഖുർആൻ പറഞ്ഞു. ഇത് മുഴുവനും ഖുർആനും പറഞ്ഞു, ഹദീസും പറഞ്ഞു. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയോ? പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് കേട്ടോളി. അല്പസമയം ഒന്ന് കേൾക്കുന്നത് നല്ലതാണ്. ഇനിയും വരാൻ പോകുന്ന വലിയ വലിയ വിപത്തുകളൊക്കെ നമുക്ക് അതിജീവിക്കണമെങ്കിൽ ഈ പറയുന്നതിലൊന്ന് അല്പ ശ്രദ്ധ പാലിച്ചാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് രക്ഷപ്പെടാം. ഇല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന വീട് നമുക്ക് തന്നെ നാശമായിരിക്കും. പടച്ചവൻ കാത്തുരക്ഷിക്കട്ടെ. മലപ്പുറത്ത് പ്രശ്നമൊന്നും ഉണ്ടായില്ലേ കുഞ്ഞാപ്പൂ? നല്ല ആൾക്കാരാന്ന് തോന്നുന്നു മലപ്പുറത്ത് താമസിക്കുന്നത്. അതുകൊണ്ടാരും കുഞ്ഞാപ്പൂ ഇല്ലാന്ന് പറയുന്നത്. മലപ്പുറത്ത്, കോഴിക്കോട്, എല്ലായിടത്തും അത് നിങ്ങൾ ധരിക്കുന്ന എന്താ? നമ്മൾ നല്ല ആൾക്കാരായത് കൊണ്ടാണ്, അതുകൊണ്ട് ഇവിടെ പ്രശ്നമൊന്നും ഇല്ല, അതുകൊണ്ട് പരിസരമൊക്കെ ഇങ്ങനെ തഴുകി തലോടിപ്പോയി. ശരി തന്നെയാണ്. ഒരു ഹദീസ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇടിഞ്ഞുണ്ടാകുമോ വരുവോ ഇല്ലയോ എന്നുള്ള കാര്യം. ഒരിക്കൽ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറബികളോട് വിളിച്ചു പറയുന്ന ഒരു പ്രഭാഷണമുണ്ട്. വൈലുൽ ലിൽ അറബി വൈലുൽ ലിൽ അറബി മിൻ ശർരി ഖദ് ഇഖ്തറബാ. അറബികളെ, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ, ഏതാനും മാസങ്ങൾക്കുള്ളിൽ, ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നിങ്ങളെ ഒരാപത്തിതാ പിടികൂടാൻ പോവുകയാണ്. ആപത്ത് വരാൻ പോകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോട് താക്കീത് ചെയ്യാൻ മുന്നറിയിപ്പ് നൽകുകയാണ്. നിമിതങ്ങളെല്ലാം പറയാത്ത ഒന്നും ഇവിടെ വന്നിട്ടില്ല കേട്ടോ. ഇന്നിവിടെ നടന്ന സംഭവം മുഴുവനും ഹദീസിന്റെ ഖുർആനിന്റെ വീക്ഷണത്തിൽ പരിശോധിച്ചാൽ കാണാം. ഇവിടുത്തെ വെള്ളപ്പൊക്കം, ഇവിടെ നടക്കാൻ പോകുന്നു, ഇനി വരാൻ എല്ലാം ഉണ്ട്. ഡാമിന് ഷട്ടർ മുക്കിയത് എല്ലാം ഖുർആനിലുണ്ട്. എന്റെ വിഷയം അതൊന്നുമല്ല. പക്ഷെ ഇന്നത്തെ സാഹചര്യം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഇത്രയും അള്ളാഹുവിന്റെ ശിക്ഷ വന്നിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റമില്ല. നമ്മളിപ്പോഴും അഹങ്കാരവും തമ്മാടിത്തരവുമാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഒരു ഹദീസ് കേൾക്കുന്നത് നല്ലതായിരിക്കും. റെഡ് അലർട്ട് എന്ന് പറഞ്ഞൊരു സാധനം അറിയാലോ? റെഡ് അലർട്ട് അല്ലേ? റെഡ് അലർട്ട് എന്ന് പറഞ്ഞ സാധനം ഇല്ല കുഞ്ഞാപ്പോ? കേട്ടിട്ടുണ്ടോ? റെഡ് അലർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു അല്ലേ? എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട്. പുഴ നിറയാൻ പോകുന്നുണ്ട്, ഭൂമി കുലുങ്ങാൻ പോകുന്നുണ്ട്, ഡാം പൊട്ടാൻ സാധ്യതയുണ്ട്, ഡാമിന്റെ ഷട്ടർ ഉയർത്താൻ പോവുകയാണ്, വെള്ളപ്പൊക്കത്താൽ നിങ്ങൾ നശിച്ചു പോകും, കൃഷി നശിക്കും, മാനഹാനി സംഭവിക്കാം. അതുകൊണ്ട് നിങ്ങൾ എത്രയും വേഗം ഇവിടെ നിന്ന് ഒഴിഞ്ഞു മാറണം, നിങ്ങൾ സൂക്ഷിക്കണം എന്ന് റെഡ് അലർട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അനൗൺസ്മെന്റ് ഇങ്ങനെ ഭയങ്കരമായിട്ട് വന്നു കേരളത്തിൽ പല ഭാഗങ്ങളിലും. ഇപ്പൊ ഈ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് തന്നെ തൃശ്ശൂർ ജില്ലയിലും അവിടെ ഇവിടെയൊക്കെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. അതൊക്കെ പിൻവലിക്കുകയും ചെയ്തു. എന്തുമാകട്ടെ, ഇത് ഇന്നലകളിൽ നമ്മുടെ സർക്കാർ പ്രഖ്യാപിച്ച റെഡ് അലർട്ടാണ്. എങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് ഖുർആൻ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. നിങ്ങൾക്കറിയോ? ഖുർആനുമായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ടല്ലേ നമുക്ക് അറിയാത്തത്. വർഷങ്ങൾക്ക് മുമ്പേ ഖുർആൻ സൂറത്തുൽ ഹദീദ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു നമ്മളോട്. പക്ഷെ നമുക്കത് മറന്നുപോയി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാ അസാബ മിൻ മുസീബ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബ് മിൻ ഖബ്ലി അൻ നബ്റാഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. ഇന്ന ദാലിക അലല്ലാഹി യസീർ. പരിശുദ്ധമായ ഖുർആനിന്റെ റെഡ് അലർട്ടാണ്. പരിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനമാ. ആ പരിശുദ്ധ ഖുർആൻ ഓർക്കണേ, പഠിക്കണേ, ചിന്തിക്കണേ. അല്ലാഹുവിന്റെ വചനങ്ങളാണ്. ദാസന്മാരെ, ദാസികളെ, ഭൂമിയിൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ദുരന്തങ്ങളെ കുറിച്ചോ, ശാരീരികമായി മാനസികമായി നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന വേദനകളെ കുറിച്ചോ ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റാഹാ, നേരത്തെ തന്നെ കാലേ കൂട്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ ഇതാ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഭൂമിയിൽ വെള്ളപ്പൊക്കം ഉണ്ടാകും. നിങ്ങളുടെ വീട് ഭൂമിയിലേക്ക് താഴ്ന്നു പോകും. നിങ്ങളുടെ മേലേക്ക് മല ഇടിഞ്ഞു വീഴും. നിങ്ങളെ വെള്ളം മുക്കി കൊന്നുകളയും. നിങ്ങൾ പട്ടിണിയിലാകും. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞ കാര്യമാണ്. എന്തിന്? നമുക്ക് നഷ്ടം സംഭവിക്കാതിരിക്കാൻ, സംഭവിച്ചതിൽ ഖേദിക്കാതിരിക്കാൻ, അമിതമായി ആഹ്ലാദിക്കാതിരിക്കാൻ അല്ലാഹു നേരത്തെ ഒരു റെഡ് അലർട്ട് നമുക്ക് പ്രഖ്യാപിക്കാൻ. ലികൈലാ തസവല മാ ഫാത
ആതാക്കും വലാ തഫ്റഹൂ ബിമാ ആതാക്കും. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതിൽ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ വേണ്ടിയാണ് ആദമിന്റെ മക്കളെ നിങ്ങൾക്കിതാ ഞാൻ ഒരു താക്കീത് നൽകുന്നത്. വർഷങ്ങളായി ഗൾഫിൽ പണിയെടുത്ത് കെട്ടിപ്പൊക്കിയ വീടിതാ വെള്ളത്തിൽ മുങ്ങിപ്പോവുകയാണ്, ഭൂമി കുലുക്കത്തിൽ നശിച്ചു പോവുകയാണ്, ഭൂകമ്പത്തിൽ തകർന്നു പോവുകയാ. തന്റെ മക്കളും തന്റെ സമ്പാദ്യവുമെല്ലാം വെള്ളമിതാ നശിപ്പിച്ചു കളയുകയാണ്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതോർത്ത് നിങ്ങളെ ഖേദിക്കരുതേ, നിങ്ങളെ ദുഃഖിക്കരുതേ. വലാ തഫ്റഹൂ ബിമാ ആതാക്കും. കോടികൾ അല്ലാഹു നൽകിയില്ലേ, കൈ നിറയെ സമ്പത്ത് അല്ലാഹു നൽകിയില്ലേ, കോൺക്രീറ്റ് സൗധങ്ങൾ നൽകിയില്ലേ, അമ്പര ചുംബികളായ കൊട്ടാര സൗധങ്ങൾ അല്ലാഹു നൽകിയില്ലേ, ആഡംബര വാഹനങ്ങൾ നൽകിയില്ലേ. ആ സമ്പത്ത് കൊണ്ട് അഹങ്കരിക്കാതിരിക്കാൻ, ആ സമ്പത്ത് കൊണ്ട് ആഹ്ലാദിക്കാതിരിക്കാൻ, ആ സമ്പത്ത് കൊണ്ട് ആനന്ദത്തിമിർത്തിൽ അടരാടാതിരിക്കാൻ വേണ്ടിയാ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളോട് താക്കീത് നൽകുന്നത്. നിനക്ക് തന്ന സമ്പാദ്യം കൊണ്ട് നീ അഹങ്കരിക്കരുതേ, ആഹ്ലാദിക്കരുതേ. വലാ തഫ്റഹൂ ബിമാ ആതാക്കും. നിങ്ങൾക്ക് നാം തന്നതുകൊണ്ട് നിങ്ങൾ അഹങ്കരിക്കാൻ പാടില്ല, കൂടുതൽ സുഖിക്കാൻ പാടില്ല, കൂടുതൽ സുഖിക്കാൻ പാടില്ല. സുഖിച്ചാൽ നിന്നെ ഞാൻ പാഠം പഠിപ്പിക്കും. അതാണ് ഖുർആൻ, അതാണ് റെഡ് അലർട്ട്. നമ്മുടെ റെഡ് അലർട്ട് അതാണ്. കൂടുതൽ സുഖിച്ചാൽ ഞാൻ പാഠം പഠിപ്പിക്കും. നീ പൊട്ടിക്കുന്ന പടക്കം കൊണ്ട് തന്നെ നിന്നെ ഞാൻ പൊട്ടിക്കും. അള്ളാഹുവിന്റെ വാക്കാ. ഞാൻ ഹദീസ് ഓതി ഞാൻ പറഞ്ഞുതരാം, നല്ലപോലെ കേട്ടോ. അള്ളാഹ് കേൾക്കാൻ തൗഫീഖ് തരട്ടെ. എന്റെ വാക്കൊന്നും ഞാൻ പറയില്ല, ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക് ഞാൻ പറയുള്ളൂ, അള്ളാന്റെ റസൂലിന്റെ വാക്ക് ഞാൻ പറയുള്ളൂ. മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. സലാത്തു അലൈഹി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന്റെ സദസ്സിലിരിക്കുമ്പോൾ സലാത്ത് കൊണ്ട് നമുക്ക് മുഖരിതമാകണം. അള്ളാഹു അതിന്റെ ബർക്കത്തുണ്ട് നാശങ്ങളിൽ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മുടെ പാവങ്ങൾ പുറത്തു തരട്ടെ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസ് പറഞ്ഞത്, വൈലുൽ ലിൽ അറബ്, അറബുകൾക്ക് നാശം. അറബികൾ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ. ഇന്നത്തെ കാലഘട്ടത്തിൽ അറബികൾ അതാണല്ലോ. ഹദീസുകളും ആയത്തുകളും മനസ്സിലാക്കുന്ന ഹബീബുനാ റസൂലുള്ളാഹി തങ്ങളുടെ സഹാബത്ത് അറബികൾക്ക് നാശമെന്ന് പറഞ്ഞിട്ട് കൈ ഉയർത്തിപ്പിടിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മിൻ ഫത്ഹി റദ്മി യഅജൂജ വമഅജൂജ്. യഅജൂജ് മഅജൂജിന്റെ സംരക്ഷണ ഭിത്തി, അതായത് യഅജൂജ് മഅജൂജ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. യഅജൂജ് മഅജൂജിനെ കുറിച്ച് വിശദീകരിക്കാൻ പറ്റൂല ഇപ്പൊ, അത് അതിനു വേണ്ടി സമയം കുറെ എടുക്കും. നമ്മുടെ വിഷയത്തിലേക്ക് കടക്കണ്ടേ, പെട്ടെന്ന് തീർക്കുകയും വേണം. കൂടുതൽ നീട്ടിപ്പിടിച്ച് പ്രസംഗിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല. യഅജൂജ് മഅജൂജ് മനുഷ്യരെയും കൊല്ലും, നാടിനെ നശിപ്പിക്കും, കൃഷികൾ നശിപ്പിക്കും. അങ്ങനത്തെ ഒരു വിഭാഗമാണ് യഅജൂജ് മഅജൂജ്. ആ യഅജൂജ് മഅജൂജിന്റെ ഷർറിൽ നിന്ന് രക്ഷപ്പെടാൻ അന്നത്തെ കാലഘട്ടത്തിൽ ദുൽഖർനൈൻ രാജാവ് കെട്ടിക്കൊടുത്ത വലിയ ഇരുമ്പിന്റെ മതിലുണ്ട്. യഅജൂജ് മഅജൂജ് അതിനപ്പുറത്താണ്. ആ മതിൽ പൊളിച്ചിട്ട് ഒരു സമയത്ത് വരും, അത് ഖിയാമത്തിന്റെ അടയാളമാണ്. കുറേശ്ശെ ആ മതിൽ തകർത്തുകൊണ്ടിരിക്കുകയാണ് യഅജൂജ് മഅജൂജ്. അതിങ്ങനെ മാന്തി പറിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൈ ഉയർത്തിപ്പിടിച്ചു, ചൂണ്ടാണി വിരലും തള്ളവിരലും ഈ വൃത്താകൃതിയിൽ പിടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഏ സഹാബ ഇത്രത്തോളം ഇതാ യഅജൂജും മഅജൂജിന്റെ സംരക്ഷണ ഭിത്തിക്ക് വിള്ളൽ വീണിരിക്കുകയാണ് സഹാബ. ആ വിള്ളൽ ഭിത്തി തകർത്തുകൊണ്ട് വലിയ ഒരു ശത്രുത നിങ്ങളിലേക്ക് പാഞ്ഞെടുക്കാൻ സമയം അടുത്തിരിക്കുന്നു സഹാബ. അന്ന് ഈ സമൂഹം മുഴുവനും തകർന്നു പോകും, നശിച്ചു പോകും സഹാബ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താക്കീത്, എല്ലാം നശിച്ചു പോകുന്നു. ഭയങ്കരമായ ഷർറല്ലേ. അതിന്റെ ഷർറുകളാണ് പല ഭാഗത്തുനിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂകമ്പങ്ങളും ഭൂമി കുലുക്കങ്ങളോട് നമ്മളെ കാണിച്ച് പേടിപ്പിക്കുന്നത്. വെറുതെ ഒന്നുമല്ല, എല്ലാത്തിനും കാരണങ്ങൾ പറഞ്ഞു തരാം ഇൻഷാ അല്ലാഹ്. ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞു, അങ്ങനെ ശിക്ഷ വരുമോ, അങ്ങനെ ശിക്ഷ വരുമോ, ഞങ്ങൾ തകർന്നു പോകുമോ നബിയെ? നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയതമയായ പ്രിയങ്കരിയായ മഹദിയായ സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ ഹബീബുനാ റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അനുഹ്ലകു
വഫീന സാലിഹൂൻ. മലപ്പുറത്തുകാർക്ക് ഒരുപാട് ആലിമീങ്ങളില്ലേ, ഒരുപാട് പണ്ഡിതന്മാരില്ലേ, ഒരുപാട് ദീനിന്റെ സ്ഥാപനങ്ങളില്ലേ, ഒരുപാട് മഹാന്മാരുടെ മക്ബറകളില്ലേ, ഒരുപാട് സാലിഹീങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിപ്പില്ലേ. അതേപോലെ തന്നെയാണ് മഹദിയായ സൈനബ് റളിയല്ലാഹു അൻഹ നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുകയാ, അല്ലാഹുവിന്റെ റസൂലേ, സാലിഹീങ്ങൾ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിക്കുമ്പോ ഈ നാടിനെ അല്ലാഹു ശിക്ഷകളെ കൊണ്ട് പരീക്ഷിക്കുമോ ഹബീബേ? ഭൂമികുലുക്കങ്ങളെ കൊണ്ടും ഭൂകമ്പങ്ങളെ കൊണ്ടും ജലപ്രളയത്തെ കൊണ്ടും ഉരുൾപൊട്ടലിനെ കൊണ്ടും അല്ലാഹു നമ്മുടെ നാടിനെ പരീക്ഷിക്കുമോ നബിയേ? ആദരവായ റസൂലുള്ളാഹി തങ്ങളോട് സൈനബ് റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറഞ്ഞു, നഅം യാ സൈനബു, സൈനബേ അത് സാധ്യമാകും സൈനബേ, ഇദാ കസുറൽ ഖബസു, ഖബസ് അധികരിച്ചാൽ അത് സാധ്യമാവുക തന്നെ ചെയ്യും സൈനബേ. ശേഷം അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിച്ചു കൊടുത്തു, വൽ ഖബസു യാ ഇബാദല്ലാഹ്, എന്താണ് ഖബസ് എന്നറിയുമോ സഹാബ? എന്താണ് ഖബസ് എന്നറിയുമോ സഹാബ? കുല്ലു മഅസിയാ വസിയല്ലാഹു ബിഹാ ഫിൽ ബഹരി ഔ ഫിൽ ബിലാദി ഔ ഫിൽ ലൈലി ഔ ഫിൻ നഹാർ. കടലിലും കരയിലും രാത്രിയും പകലിലുമായി എന്റെ സമൂഹം ചെയ്തു കൂട്ടുന്ന അനാചാരങ്ങളും അനാശാസ്യ പ്രവൃത്തികളുടെയും കാരണമായി ഏത് മഹാന്മാരും ആ നാട്ടിൽ ജീവിച്ചിരുന്നാലും അല്ലാഹുവിന്റെ ശിക്ഷ ഇറങ്ങാതെ ഇരിക്കുകയില്ല സൈനബേ. പറഞ്ഞ മനസ്സിലായോ? ഔലിയാക്കൾ ഉണ്ടാകട്ടെ, മഹാന്മാരുണ്ടാകട്ടെ, സാലിഹീങ്ങൾ ഉണ്ടാകട്ടെ, ആരുണ്ടായാലും നമ്മുടെ സമുദായം പിഴച്ചുപോയാൽ, അഹങ്കാരികളായാൽ, തെമ്മാടികളായാൽ, പടക്കം പൊട്ടിച്ച് കല്യാണത്തിന് പേക്കൂത്ത് കാണിക്കാൻ തയ്യാറായാൽ, ഡാൻസും ഡിജെയ്ക്കും തയ്യാറായാൽ, ഗാനമേള ഒപ്പനയ്ക്ക് തയ്യാറായാൽ അള്ളാഹുവിന്റെ ശിക്ഷ ആ നാട്ടിൽ. ഔലിയാക്കൾ ഉണ്ടായാലും മഹാനായ ഖുത്ബുസ്സമാൻ റളിയല്ലാഹു അൻഹുവിന്റെ നാമധേയത്തിൽ അറിയപ്പെടുന്ന ഈ മണ്ണാണ്, ഈ പരിപാടി, ഈ സമ്മേളന നഗരി ആ മഹാനുഭാവന്റെ പേരിലാണ് അറിയപ്പെടുന്നതെങ്കിൽ ആ ഖുത്ബുസ്സമാൻ ഇന്ന് ഈ കാലത്ത് ജീവിച്ചിരുന്നാലും തോന്നിയ മാസം കൂടിയാൽ അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങുമെന്ന് നബിയുനാ റസൂലുള്ളാഹി അള്ളാഹു റസൂൽ പറഞ്ഞതാണ്. തോന്നിയ മാസം കൂടിയാൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്ക്, അവിടെ ശിക്ഷ ഇറങ്ങും. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ശിക്ഷ ഇറങ്ങൂല എന്ന് പേടിക്കണ്ട, ശിക്ഷ ഇറങ്ങൂല എന്ന് സന്തോഷിക്കണ്ട. ചിലപ്പോൾ ഇറങ്ങാൻ സാധ്യതയുണ്ട്. അള്ളാഹ് കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹ് കാത്തിരക്ഷിക്കട്ടെ. ഇറങ്ങാനുള്ള കാരണം എന്തേ? ഇറങ്ങാനുള്ള കാരണം എന്തേ? അത് പഠിക്കുക. ഹദീസ് പറഞ്ഞ വാക്കാണ്, ഖുർആന്റെ വാക്കാണ്. ഇറങ്ങാനുള്ള കാരണം എന്താണ്? ഒരിക്കൽ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യബീതു ഖൗമുൻ മിൻ ഹാദിഹിൽ ഉമ്മ അലാ ശുർബിൻ വതുഅമിൻ വലഹ്വിൻ വലഅബിൻ. എന്റെ ഉമ്മത്തുകൾ, എന്റെ സമുദായം രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ തിന്നും കുടിച്ചും കളിച്ചും രസിച്ചുമാണ് അവർ ഉറങ്ങുക. നല്ലപോലെ ശ്രദ്ധിക്കണം. ഹദീസ് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ വാക്കാണ്. രാത്രി നമ്മൾ ഉറങ്ങുമ്പോൾ ഈ 4 മണി നമ്മൾ എടുക്കാറുണ്ട്. ഒന്ന് തിന്നുക, കുടിക്കുക. 12 മണിയായാലും 1 മണിയായാലും അൽഫഹമും ഷവായയും ഷവർമയും തീരൂല. തിന്നോ, തീർക്കോ. 12 മണിക്കും 1 മണിക്കും കബ്സ, മട്ടൻ കബ്സ, ചിക്കൻ കബ്സ, ഇത് തിന്നിട്ട് ഇങ്ങനെ മട്ടനും കുട്ടനും തിന്ന് 12, 11, 1 മണി, 2 മണി വരെ കടകൾ നോക്കിയാൽ തീറ്റിയോടെ തീറ്റിയാണ്. ചെറുപ്പക്കാർ, പിള്ളേരെല്ലാം, കുട്ടികളൊക്കെ പോയിരുന്ന് തിന്നുന്നത് കാണാം രാത്രി 12 മണിക്ക്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലാ ലഹുവിൻ വലഅബിൻ, കളിയിലും ചിരിയിലുമാണ് അവർ ഉറങ്ങുക. അല്ലേ? ഫുട്ബോൾ കളി, ക്രിക്കറ്റ് കളി, വാട്സപ്പ് കളി, ഫേസ്ബുക്ക് കളി, അല്ലാത്ത കളി. ഈ കളിയല്ല രാത്രി 3 മണി വരെ, 4 മണി വരെ. ലാസ്റ്റ് സീൻ നോക്ക്, ലാസ്റ്റ് സീൻ നോക്ക്. 12:50, 1:50, 2:50, 2:11, 3:11, ലാസ്റ്റ് സീൻ നോക്ക്, പരിശോധിച്ച് നോക്ക്. രാത്രി ഉറങ്ങുന്നത് നബി തങ്ങൾ പറഞ്ഞ വാക്കാണ്. രാത്രി ഒരു മനുഷ്യൻ ഉറങ്ങുന്നത് കളിയിലും ചിരിയിലും തീറ്റിയിലും കുളിയിലാണ്. നേരം വെളുക്കുമ്പോ അതും രാവിലെയാകുമ്പോ
കാണുമ്പോൾ അവരുടെ കോലം മറിക്കപ്പെട്ട അവസ്ഥയിലായിരിക്കും നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എങ്ങനെയാണ് കോലം മറിക്കപ്പെടുക? നബി തങ്ങൾ പറഞ്ഞ വാക്കാട്ടോ, നല്ലപോലെ ശ്രദ്ധിക്കണം. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, റവാഹുൽ ബൈഹഖി. നല്ലപോലെ ശ്രദ്ധിച്ചോ, അബൂബക്കറിന്റെ വാക്കല്ല, ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കാണ്. നല്ലപോലെ ശ്രദ്ധിച്ചോ. എന്താ ഹബീബായ തങ്ങൾ പറഞ്ഞത്? നല്ലപോലെ ശ്രദ്ധിക്കണം കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കല്ലേ, നല്ലപോലെ കേൾക്ക്. കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ച് ദൂരെ നിന്ന് മോശൻ റോഡിൽ വന്ന വഴവ, എന്താ വരവ്. 10 മണിക്കൂർ വാള് പറയാൻ പ്രശ്നമില്ല, പക്ഷേ യാത്ര വളരെ ദുരിത. റോഡൊക്കെ പോയി കുഴിയിൽ കുണ്ടില് വീണ്. അല്ലാഹു അക്ബർ. ഭയങ്കര ത്യാഗമാണ്. ആ ത്യാഗം സഹിച്ച് വന്നിട്ട് നിങ്ങളുടെ മുന്നിൽ പ്രസംഗിക്കുമ്പോൾ നിങ്ങളത് അങ്ങോട്ടും ഇവിടെ നടന്ന് വേസ്റ്റാക്കല്. ഹദീസ് കേട്ടോളി, നല്ലപോലെ മനസ്സിലാക്കുക. കളിയും ചിരിയൊക്കെ ഇനി വേണോ വേണ്ടെന്ന് തീരുമാനിച്ചു. പടക്കം പൊട്ടിക്കണമെന്ന് തീരുമാനിച്ചു. കല്യാണത്തിന് DJയും ഡാൻസും വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചു. ഹദീസ് കേട്ടിട്ട് തീരുമാനിച്ചു. എൻ്റെ വാക്കൊന്നും ഞാൻ പറയുന്നില്ല, ആവശ്യമില്ലാത്ത ഹദീസും പറയില്ല. എല്ലാ സഹീഹായതും നല്ല ഹദീസുമാണ്. ഏത് ആലിം നിങ്ങൾക്ക് സംശയമുണ്ട് ധൈര്യമായിട്ട് ചോദിച്ചോ, പറഞ്ഞു തരും ഇൻഷാ അല്ലാഹ്. പറഞ്ഞിട്ട് ചുമ്മാ ആവശ്യമില്ല പേടിപ്പിച്ചിട്ട് ഒളിച്ചോടി പോകുന്ന പരിപാടിയൊന്നും ലയിപ്പി കറക്റ്റ് പറഞ്ഞു തരും ഇൻഷാ അല്ലാഹ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതാ ഞാൻ എൻ്റെ റിവായത്തടക്കം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. റിവായത്തടക്കം പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതിനാണ്. വെറുതെ കള്ള ഹദീസും കെട്ടിച്ചമച്ച ഹദീസും ഒക്കെ പറഞ്ഞ് നിങ്ങളെ പേടിപ്പിച്ച് മലപ്പുറത്താരെ പേടിപ്പിച്ചിട്ട് പറഞ്ഞില്ല. നിങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട ഞാനാണ്. ഒരു ഹദീസ് ആവശ്യമില്ലാത്ത പറഞ്ഞാൽ ആഖിറത്തിൽ പിടിച്ച് നിർത്തും അല്ലാഹു തആല. കവിളിൽ തീ വെച്ചിട്ട് വലിയ തീൻ്റെ നരകത്തിൻ്റെ വലിയ കൊളുത്തിട്ട് പിടിക്കും. ശൈത്താനെ, നീ ആവശ്യമില്ലാത്ത ഹദീസ് പറഞ്ഞ് ജനങ്ങളെ പേടിപ്പിച്ചു ഹമുക്ക് എന്ന് പറഞ്ഞിട്ട് നാളെ എന്നെ തന്നെ പിടിക്കും. അല്ലാഹു കാക്കട്ടെ. അതുകൊണ്ട് പറയുന്ന ഹദീസ് അത് യാഥാർത്ഥ്യമാണെന്ന് നല്ല രീതിയിൽ ഞാൻ ബോധ്യപ്പെടുത്തിയതിന് ശേഷം ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുള്ളൂ. ബോധ്യപ്പെട്ടതിന് ശേഷം അല്ല, ഞാൻ അങ്ങനെ പറയൂല കേട്ടോ. അതുകൊണ്ട് ഹദീസ് നല്ലപോലെ കേൾക്കും. ഇന്നത്തെ സാഹചര്യം മനസ്സിലാക്കി കുറേ ഹദീസുകൾ ഗവേഷണം ചെയ്തപ്പോൾ കണ്ടെത്തിയ ചില ഹദീസുകളാണ്. എന്തുകൊണ്ടാണ് ഈ അബദ്ധങ്ങൾ ഈ സംഭവങ്ങളൊക്കെ വരാൻ പോകുന്നത്? ഈ റെഡ് അലർട്ട് അല്ലാഹു തആല പറഞ്ഞ വാക്കാണ്. അത് കേൾക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇരുന്നത്. അത് കേൾക്കണം, പഠിക്കണം, ചിന്തിക്കണം, മനസ്സിലാക്കണം. നേരം വെളുക്കുമ്പോൾ ചില ആളുകളുടെ കോലം മറിക്കപ്പെടും. കോലം മറിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവരെ പന്നികളാക്കും, അവരെ കുരങ്ങന്മാക്കും. പക്ഷേ ദുനിയാവിൽ വെച്ച് കോലം മറിക്കല്ല അല്ലാഹു എന്ന് റസൂൽ തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. പക്ഷേ ശരി തന്നെയാണ്. പക്ഷേ ആ കോലത്തിലല്ല, പന്നിയുടെയും കുരങ്ങന്റെയും കോലത്തിൽ മറിക്കൂല, പക്ഷെ വികൃത രൂപമാക്കി കളയും. വികൃത രൂപമാക്കും. എങ്ങനെ? ഹദീസ് പറയുന്നുണ്ട്, ഹത്താ യുസ്ബിഹന്നാസ് ഫയഖൂലൂൻ. രാത്രി 12 മണിക്ക് ഫോണിലൂടെ സംസാരിച്ചവരാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ കാണാം, ഗുഡ് ബൈ ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ നമ്മൾ അവരുമായി ചാറ്റ് ചെയ്തിട്ട് ഉറങ്ങിയവരാ. നേരം വെളുത്തപ്പോ ഫോണിൽ വിളിക്കുമ്പോ അങ്ങനെ ഒരു ലൈന് കിട്ടാനേ ഇല്ല, അങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ചൊരു അഡ്രസ്സേ ഇല്ല, അങ്ങനെ ഒരു വീട് പോലും അവിടെ കാണാനില്ല. അവര് രാവിലെ ചായ കുടിക്കാൻ പീടികയിലേക്ക് വരുമ്പോൾ അവര് പറയുകയാണ്, ഖുസിഫൽ ലൈലത ബിബനി ഫുലാൻ, ഖുസിഫൽ ലൈലത ബിദാരി ഫുലാൻ. അറിഞ്ഞോ സംഭവം? സുലൈമാൻ ഖാന്റെ പുരയും വീടും എല്ലാം ഭൂമിയിൽ തന്നുപോയി. നിങ്ങൾ അറിഞ്ഞോ സംഭവം? ഇന്നലെ രാത്രി ഞാൻ സംസാരിച്ചതാണ്. 12:50 അവരോട് സംസാരിച്ചാണ്. 3 മണിക്ക് ഉരുൾപൊട്ടി, അവരുടെ വീട് താണുപോയി, അവരുടെ വീട് ഒഴുകിപ്പോയി, അവരുടെ വീട് തകർന്നുപോയി. രാവിലെ ആളുകൾ പറയുന്ന വാക്കാണെന്ന് നബി തങ്ങൾ പറയാണ്. ശരിയല്ല? അങ്ങനെയല്ല പറഞ്ഞത്? അങ്ങനെയല്ല ഇവിടെ പറഞ്ഞത് ആളുകൾ രാവിലെ? പഠിച്ചോ, നിങ്ങൾ അറിഞ്ഞോ? അടിമാലിൽ ഇന്ന വീട് താന്നുപോയി, അടിമാലിൽ ഇന്ന വീട് തകർന്നുപോയി, ഇന്ന വീട് ഭൂമിയിലായി, അവിടെ ഉരുൾപൊട്ടി, ഇവിടെ ഉരുൾപൊട്ടി, അവരൊക്കെ ഒലിച്ചുപോയി. ഇതൊക്കെ രാവിലെയാ പറഞ്ഞത്, രാത്രിയല്ല. രാത്രി നമ്മൾ ഫോണിലൂടെ സംസാരിച്ച് കിടന്നവർ നേരം വെളുത്തപ്പോ നമ്മൾ പറഞ്ഞ വാക്കാണിത്. ഫയുസ്ബിഹുന്നാസ്, ജനങ്ങൾ നേരം വെളുത്തപ്പോ ഹത്താ യുസ്ബിഹ ഫയഖൂലൂൻ, അവർ പറയാൻ തുടങ്ങി, ഖുസിഫൽ ലൈലത ബിദാരി ഫുലാൻ, ഖുസിഫൽ ലൈലത ബിബനി ഫുലാൻ. ഇന്ന കുടുംബം, ഇന്ന വ്യക്തി, ഇന്ന സഹോദരൻ, ഇന്ന സഹോദരി, ഇന്ന വീട്ടുകാർ, അവരെയും കൊണ്ട് ഭൂമി പോയി, ഉരുൾപൊട്ടി, അവരൊഴുകിപ്പോയി, അവർ വെള്ളപ്പാച്ചിലിൽ പോയി. പറഞ്ഞില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്ക? പറഞ്ഞില്ലേ? നമ്മളൊക്കെ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു, ഇവരൊഴുകിപ്പോയി, ഇവരൊഴുകിപ്പോയി, അവരൊഴുകിപ്പോയി, ഇവരൊഴുകിപ്പോയി. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേണ്ട പറയുകയാണ്, വല തുർസിലന്നല്ലാഹു അലൈഹിം അർരീഹൽ ഹഖീം. അവരിലേക്ക് ഒരു ആവശ്യവുമില്ലാത്ത, ഒരു ഗുണവുമില്ലാത്ത കൊടുങ്കാറ്റാണ് അല്ലാഹു അടിപ്പിക്കുക. ആ കാറ്റിന് നമ്മൾ പല പേരുകളും പറയാം. തെത്ലി കാറ്റെന്ന് പറയാം, ലുബാൻ കാറ്റെന്ന് പറയാം, കത്രീന കാറ്റെന്ന് പറയാം, ചുഴലിക്കാറ്റെന്ന് പറയാം, കൊടുങ്കാറ്റെന്ന് പറയാം. ഹബീബായ തങ്ങൾ പറഞ്ഞ വാക്കാണ്, വലതുർസിലന്നല്ലാഹു അലൈഹിം അർരീഹൽ ഹഖീം. അവർക്കൊരു ഗുണവുമില്ലാത്ത കാറ്റാണ്
കാറ്റാണ് അവരുടെ മേലേക്ക് അടിക്കുക. അങ്ങനെ അവരുടെ വീടുകളെ നശിച്ചു പോകും, അവരുടെ വീടുകളെ തകർന്നു പോകും, അവരുടെ വടവൃക്ഷങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായി പോകും. ഏത് സമൂഹത്തിന്റെ മേലേക്ക് അയച്ചതുപോലെ, ആദ് ഗോത്രത്തിന്റെ മേലേക്ക് അള്ളാഹു അയച്ചതുപോലെ, ലൂത്ത് നബിയുടെ സമുദായത്തെ തകർത്തതുപോലെ ഈ അഹങ്കാരികളായ സമൂഹത്തെ അള്ളാഹു ഇതുപോലുള്ള ശിക്ഷകൾ കൊണ്ട് തകർക്കുമത്രേ. നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് സഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, എന്തിന്റെ പേരിലാണ് ഈ ഭൂമുഖലിക്കങ്ങളും ഈ വെള്ളപ്പൊക്കവും ഈ ഉരുൾപൊട്ടലും സംഭവിക്കുന്നതിന്റെ കാരണം എന്താണ്? ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് 5 കാരണങ്ങളാണ്. 5 കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നതിന്റെ കാരണം ഞാനൊന്നും അല്ല പറയുന്നട്ടോ. 1, ബിശുർബിഹിം അൽ ഖംറ, കഞ്ചാവ്, തമ്പാക്കു, മദ്യം അമിതമായി ഉപയോഗിക്കുന്ന ഒരു കാലം വരും. അധികമായി നമ്മുടെ കൊച്ചുകുട്ടികളിൽ നിന്നും ഉപയോഗിക്കുന്ന മൊത്തം എന്താ ഈ സാധനം? ഈ ചെറിയ ചെറിയ പൊടി വായിൽ വെച്ചിട്ട് ഉപയോഗിക്കാൻ നമ്മുടെ കൊച്ചുകുട്ടികൾ മുഴുവൻ കഞ്ചാവിന് അഡിക്റ്റാണ്. മദ്രസയിൽ കുട്ടികൾ കഞ്ചാവ് കഴിച്ചിട്ട് വരുന്നു. ഞാൻ അടുത്ത് പ്രസംഗിക്കാൻ പോകുമ്പോൾ പറയാണ്, മദ്രസയിലെ കുട്ടികൾ കഞ്ചാവ് കഴിച്ചിട്ട് വരും. മദ്രസയിൽ നഊദു ബില്ലാഹ് കാക്കട്ടെ. നമ്മുടെ മക്കൾ കഞ്ചാവിന് അഡിക്റ്റാണ്, ചെറുപ്പക്കാർ കഞ്ചാവിന് അഡിക്റ്റാണ്. നമ്മുടെ മക്കൾ മുഴുവനും ഇന്ന് കഞ്ചാവിന് അഡിക്റ്റായി പോയി. മുസ്ലിം ഉമ്മത്ത് ഫ്രീക്കന്മാരായി പോയി. അള്ളാഹ് കാക്കട്ടെ. അവന്റെ മുടിയും അവന്റെ കോലം, അവന്റെ മുഖത്തിന്റെ ഈമാനൊക്കെ പവർ കുറഞ്ഞു പോയി. 18 വയസ്സ് 20 വയസ്സ് കൂടുതൽ ജീവിക്കൂല. 30-35 ആകുമ്പോൾ അടിച്ചു പോകും, ഉറപ്പാണ് അടിച്ചു പോകും. പിന്നെ അവന് ജീവിക്കാൻ പറ്റൂല, അള്ളാഹയെ മനസ്സിലാക്കാൻ പറ്റൂല. ദുനിയാവ് നഷ്ടം, ആഖിറ നഷ്ടം. ഇവന്റെ മയ്യത്ത് ഖബറിലേക്ക് കൊണ്ട് വെക്കണ്ട, അതിനു മുമ്പേ തീയാണ്. ആ പരിസരത്ത് കിടക്കുന്നവർക്ക് അതിന്റെ ശിക്ഷ ഉണ്ടാകും. ഹദീസുണ്ട്, അങ്ങോട്ടൊന്നും കയറാൻ സമയമില്ല. ബഹുമാനമുള്ള സഹോദരങ്ങൾ, അള്ളാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ മക്കൾ എവിടെയെങ്കിലും ബാറിൽ കടന്ന് ചാവുന്നത്, വഴിയോരങ്ങൾ കടന്ന് ചാവുന്നത്, കഞ്ചാവ് കഴിച്ചിട്ട് വെള്ളം അടിച്ചിട്ട് ചത്തു കിടക്കുന്നത് ഞാനും നിങ്ങൾക്കും കാണാൻ ഇഷ്ടമുണ്ടോ? ഒരിക്കലുമില്ല. എൻ്റെ മകന്റെ മയ്യത്ത് നമസ്കരിക്കുമ്പോൾ അള്ളാഹുവേ അവന്റെ മുഖം ചിരിച്ചു കിടക്കണം. അതല്ലാതെ പല്ല് കറുത്തിട്ട്, പല്ല് പായൽ പിടിച്ചതുപോലെ പല്ല് മഞ്ഞിച്ച് ചുണ്ടൊക്കെ ഒരുമാതിരി കറുത്ത് ഇരുണ്ട് ആ ഒരു പേക്കോലത്തിൽ എൻ്റെ മകന്റെ മയ്യത്ത് കാണേണ്ട ദുർഗതി എനിക്കുണ്ടാകല്ലേ അള്ളാഹ് എന്ന് ദുആ ചെയ്യണം. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒരു കാലഘട്ടം വരും, അന്ന് ഇഷ്ടം പോലെ യഥേഷ്ടം മദ്യം കിട്ടും, കഞ്ചാവ് കിട്ടും. ആ കഞ്ചാവ് അധികരിക്കുന്ന കാലത്ത് ഓർത്തോ, അന്ന് ഭൂകമ്പവും ഭൂമികുലുക്കവും വെള്ളപ്പൊക്കവും ഉണ്ടാവും. നബിയുനാ റസൂലുള്ളാഹി കൊടുങ്കാറ്റുണ്ടാവും. ഹദീസ് ഓതിട്ടാ പറയുന്നത്, ശരിയല്ലേ? പെട്ടിക്കടയിൽ ഇപ്പൊ മദ്യം കിട്ടും, പെട്ടിക്കടയിൽ കിട്ടും. കുട്ടികള്, മുസ്ലിം കുട്ടികള്. ബാക്കിയുള്ളവരുടെ കാര്യം നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ കൗമന്റെ കാര്യം നമ്മൾ പറഞ്ഞാൽ മതി. അള്ളാഹു റസൂൽ നിരോധിച്ചല്ലേ, അള്ളാഹ് നിരോധിച്ചല്ലേ. എന്തിനു കുടിക്കണം? നിന്റെ കുട്ടികൾ കുടിച്ചാൽ നമുക്ക് വാപ്പ ഉമ്മാരെന്നറിയോ? 12 വയസ്സായ കുട്ടി മദ്യം കഞ്ചാവ് കഴിച്ചിട്ട് ഉമ്മയെ ബലാത്സംഗം ചെയ്തു. ഒരു ജില്ലയിൽ, പേര് പറയുന്നില്ല, ഉമ്മയെ ബലാത്സംഗം ചെയ്തു. ഗർഭിണിയായി ഉമ്മ ഗർഭിണിയായി. പത്രത്തിൽ വന്നതാണ്. ഞാൻ ആ മഹലിൽ പോയി പ്രസംഗിക്കുകയും ചെയ്തു. അത് യാഥാർത്ഥ്യമാണ്. ഇത് മനസ്സിലാക്കി അവസാനം കൗൺസിൽ ചെയ്ത് മനസ്സിലാക്കി. മകനാണ് ഇത് ചെന്നപ്പോൾ ഉമ്മ ആത്മഹത്യക്ക് പോയി. പിന്നെ ആരൊക്കെയോ പറഞ്ഞ് ഒരുപാട് ഉപദേശിച്ചു. അവൻ അഡിക്റ്റായി പോയി. എന്തിന് അഡിക്റ്റായി പോയി? ഈ കഞ്ചാവിന് അഡിക്റ്റായി പോയി. 12 വയസ്സ്. പറഞ്ഞിട്ട് കാര്യമില്ല. സ്കൂളിൽ പോകുന്ന കുട്ടി അധ്യാപികയെ ലവ് ചെയ്യുന്നു. അധ്യാപികയെ 16 വയസ്സുകാരൻ, 18 വയസ്സുകാരൻ, 17 വയസ്സുകാരൻ, 16 വയസ്സുകാരനായ കുട്ടിയും 37 വയസ്സുകാരിയായ അധ്യാപികയായ സഹോദരിയും പത്രത്തിൽ വായിച്ചില്ലേ? ഈ അടുത്ത സമയത്ത് വായിച്ചില്ലേ? എവിടെ ആയിക്കോട്ടെ, ചെന്നൈയിൽ പോയിക്കോട്ടെ, കേരളത്തിൽ നല്ലേ പോയത്, സംഭവിച്ചിട്ടില്ലേ? നിങ്ങളോട് പറയണം. ഞാൻ മാത്രം പറഞ്ഞ ആവശ്യമില്ലാത്ത അയാൾ പറയുന്നെന്ന് പറയും. നിങ്ങളോട് പറഞ്ഞാൽ എനിക്കൊരു ഉറപ്പായി. ഞാനാണ് മുൻഗണനയ്ക്ക് 2 സൈഡ് ഇരുത്തിയേക്കുന്നത്, റക്കീബ് എത്തിയത്. നിങ്ങൾ പറയണ്ടേ? അല്ല, ഞാൻ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ മാത്രം പറഞ്ഞാൽ ശരിയാവില്ല. നിങ്ങളോട് പറഞ്ഞെങ്കിൽ ഓക്കെ, ഒന്ന് തലയാട്ടണം, അല്ലേ? തലയാട്ടണം. പത്രം വായിക്കുന്നുണ്ടോ ഇല്ലെന്ന് അറിയണം. നമ്മൾ മനസ്സിലാക്കണത്. 2 കേസാണ് വന്നത് കേരളത്തിൽ നിന്ന്. 16 വയസ്സ് 38 വയസ്സ്. എന്ത് യോജിപ്പ് അതിനകത്തുള്ളത്? അല്ലേ? ആനയുടെ പുറത്ത് അണ്ണാൻ കയറിയത് പോലെ ഇരിക്കും. എന്താ ഈ സംഭവം? ഇതുകൊണ്ട് എന്തപ്പാ ഫായിദയുള്ള? അല്ല, ചിന്തിച്ച്. അധ്യാപിക പഠിപ്പിക്കാൻ പോകുന്ന അധ്യാപികയാണല്ലോ. ഈ അധ്യാപികയായിട്ട് എന്ത് ബന്ധാ കുട്ടിക്ക്? എന്താ ബന്ധം? ഒന്ന് ആലോചിച്ച് നോക്ക്. എന്താ നബിയുനാ റസൂൽ എല്ലാം മറ്റേത് സാധനം കയറി അങ്ങോട്ട് കെറുങ്ങിക്കഴിഞ്ഞാൽ വാപ്പാര്, ഉമ്മാര്, ഗുരുനാഥനാര്, അധ്യാപകനാര് പോയി, എല്ലാം തകർന്നു.
അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കാണ്. ഒന്ന് ബിശുർബിഹിം അൽ ഖംറ, വെള്ളടിക്കുക, അത് അധികരിക്കൽ. വേറെ ഹദീസ് കേട്ടോ, വേറെ ഹദീസ് പറഞ്ഞുതരാം. ഒരു ഹദീസ് വരുമ്പോൾ അടുത്ത ഹദീസ് ഓർമ്മ വരും. അപ്പൊ നമുക്ക് പെട്ടെന്ന് അതിലേക്ക് കടക്കാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അനസ് റളിയല്ലാഹു തആല അൻഹും സഹാബാക്കളും ആയിഷ ബീവിയുടെ അരികിലേക്ക് കടന്നു വരികയാണ്. മഹദിയായ ആയിഷ ബീവിയോട് ചോദിക്കുകയാ, യാ ഉമ്മൽ മുഅ്മിനീൻ ഹദ്ദിസ്നി അനി സൽസല. ഉരുൾപൊട്ടലുണ്ടാകാനുള്ള കാരണമെന്തേ? ഭൂമികുലുക്കമുണ്ടാകാനുള്ള കാരണമെന്തേ? വെള്ളപ്പൊക്കമുണ്ടാകാനുള്ള കാരണമെന്തേ? മഹദി അവர்களെ നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ? അനസ് റളിയല്ലാഹു അൻഹ ആയിഷ ബിയോട് ചോദിക്കാൻ, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ മറുപടി കേൾക്കണോ? അതാ കേട്ടോ, കോടതി എന്ന വിദ്യ. കാലത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഇദസ്തബാഹു അസ്സിനാ വശുരിബത്തിൽ ഖുമൂർ വളുരിബു ബിൽ മആസിഫി ഗാറല്ലാഹു ഫീ സമാഇഹി ഫഖാല അല്ലാഹു ലിൽ അർളി തസൽസലി ബിഹിം ഫഇൻ താബൂ വനസഊ വഇല്ലാ ഫഅഹദിമഹാ അലൈഹിം. ഭൂമി കുലുക്കുണ്ടാകാനുള്ള കാരണം നല്ല പോലെ കേട്ടോ. മഹദിയായ ആയിഷ ബീവി പറയുകയാണ്, 3 കാരണങ്ങളാണ് മഹദി അവർകൾ സഹാബാക്കളോട് പറഞ്ഞത്. ഒന്ന്, ഇദസ്തബാഹു അസ്സിനാ, വിവാഹേതര ബന്ധം അനുവദിക്കപ്പെടുന്ന ഒരു കാലം വന്നാൽ. വന്നോ ഉറക്കപ്പറ വന്നെന്ന്. വന്നോ ബീവേ? ആയിഷ ബീബി ഇന്നലെയാണോ പറഞ്ഞത്? ഇന്നലെ ഒന്നും അല്ലല്ലോ പറഞ്ഞത്. എന്താ പറയാൻ അർത്ഥം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുപ്രീം കോടതി അനുമതി, വിവാഹേതര ബന്ധം ഏത് വീട്ടിൽ ഇപ്പം പോയി ആർക്കും എന്തും ചെയ്യാം, ചോദിക്കാൻ പറ്റില്ല. ഇനി മുസ്ലിയാർ പിടിപ്പിച്ചു, തങ്ങൾ പിടിപ്പിച്ചു എന്നും പറഞ്ഞ് പരാതിയായിട്ട് വരരുത്. സുപ്രീം കോടതിയാ പറഞ്ഞേക്കുന്നത്. എവിടെയും പോകാൻ സുപ്രീം കോടതിയാ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കുഞ്ഞാപ്പ് കാര്യം മനസ്സിലാക്കിക്കോണം. ഇനി മനസ്സിലായില്ല? അയൽവക്കത്തൊക്കെ പോകുമ്പോൾ സൂക്ഷിച്ചോ. ആരെയൊക്കെ വീട്ടിൽ താമസിപ്പിക്കണമെന്ന് സൂക്ഷിച്ച് താമസിപ്പിച്ചോണം. ഇനി താമസിപ്പിച്ച് എന്തെങ്കിലും കണ്ടാലും ഒന്നും കുറ്റമൊന്നും പറയാൻ പറ്റൂല. കാരണം എന്താ? ഹലാലായി പോയി. ആര് ഹലാലാക്കി? അള്ളാഹ് ഹലാലാക്കിയോ? റസൂലുള്ളാഹി ഹലാലാക്കിയോ? ഇല്ലല്ലോ. അള്ളാഹ് റസൂൽ ഹലാലാക്കിയത് നമുക്ക് ഹലാലാവുള്ളൂ. സുപ്രീം കോടതി ദീപക് മിശ്ര ഹലാലാക്കി നമുക്ക് ഹലാലാവില്ലല്ലോ. ഹലാലാവോ? എന്നാ പിന്നെ അതാണ് ഹദീസ് നബി തങ്ങൾ ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ വാക്ക്. ഇസ്തബാഹു അസ്സിനാ, വ്യഭിചാരം ഹലാലാവുന്ന ഒരു കാലം വന്നാൽ, വിവാഹേതര ബന്ധം അനുവദനീയമാകുന്ന ഒരു കാലം വന്നാൽ. വശുരിബത്തിൽ ഖുമൂർ, മദ്യം എന്നല്ല പറഞ്ഞു, മദ്യങ്ങൾ, ഇഷ്ടം പോലെ മദ്യം. പോകുന്ന വഴിക്ക് എത്ര ബാറ്, ബീർ എന്ന് പറഞ്ഞ അറബിയിൽ എന്താ അർത്ഥം അറിയോ? കിണർ എന്നാണ് അർത്ഥം. കിണർ പോലെയല്ലേ സാധനം, ഇഷ്ടം പോലെ കുടിച്ചോളാന്ന് പറഞ്ഞേ. ബീർ കിണർ പോലെ, കുടിച്ചോ. ബാറ്, ബീർ ഇഷ്ടം പോലെയാണ്. എവിടെ വെള്ളമുണ്ട്. കുട്ടികൾ ചെറിയ പെട്ടിക്കടൽ കിട്ടും. ചില ഇറങ്ങും. പിന്നെ നമുക്ക് ചെറിയ ബിയർ കിട്ടുമോ? ബിയർ എന്താണ് ബിയർ? അതിൽ ആൽക്കഹോൾ ഇല്ലാത്ത ബിയർ. എവിടെ ആൽക്കഹോൾ ഇല്ലാത്ത ബിയർ? ആൽക്കഹോൾ ഇല്ലാത്ത ബിയർ കുടിച്ചിട്ട് എന്ത് കിട്ടാൻ? ആൽക്കഹോളുള്ള ബിയർ തന്നെയാണ്. അത് പേര് വെറുതെ പറയൽ ആൽക്കഹോൾ ഇല്ല എന്ന്. അത് മൊയ്ലിയാരെ കുടിപ്പിക്കാൻ വേണ്ടി പറയുന്ന വാക്കാണത്. നമ്മളെ കൊണ്ടൊന്ന് കുടിപ്പിച്ചൊരു ഉസ്താദെ, നിങ്ങൾക്ക് ഗ്യാസിന്റെ അസുഖമല്ലേ, ഇത് കുടിച്ചു നോക്കെന്ന് പറയും. ഇശാ കഴിഞ്ഞിട്ട് ഉസ്താദ് കുടിച്ച് കിടന്നാൽ പിറ്റേ ദിവസം ജുമ്മ കഴിഞ്ഞ് എഴുന്നേക്കുള്ളൂ. ആരറിയാൻ സംഭവം? ആരറിയിക്കാൻ ഈ സംഭവം? അതുകൊണ്ട് കുടിപ്പിക്കുകയാണ്. ഉസ്താദ് കുടിച്ചോളാൻ പറയാം, ബിയർ കുഴപ്പമില്ലാതെ. കല്ലിൻ്റെ അസുഖത്തിന് നല്ല സ്റ്റോണിന് അത് ഗൾഫിൽ കിട്ടും. മൂസി എന്ന് പറഞ്ഞ സാധനം, ബിയർ ബാർലിയുടെ വെള്ളമാണ്. അതിനകത്ത് ആൽക്കഹോൾ ഇല്ല, നോൺ ആൽക്കഹോളിന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ചിലപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ കിട്ടും. 150 രൂപയ്ക്കാണ്. 150 രൂപ 125 റുപ്യൊക്കെ അതിനാവും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മുടെ കടകളിൽ നിന്ന് ബിയർ എന്ന് പറഞ്ഞ സാധനം വിൽക്കുന്നുണ്ട്. അത് നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, നമ്മുടെ കുട്ടികളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അത് സൂക്ഷിക്കണം, അത് ശ്രദ്ധിക്കണം. അത് ഹലാൽ ബിയറല്ല. 2-3 കുപ്പിയുടെ ഫോട്ടോ വന്നു, അതിലെഴുതിയിരിക്കുന്നു ഹലാൽ. ആ കുപ്പിക്കകത്ത് എഴുതിയിരിക്കുന്നു ഹലാൽ. ബിയറിന്റെ കുപ്പിയിൽ ഹലാൽ. എന്താ ഹബീബേ? ഇനി പെണ്ണുങ്ങളുടെ നെറ്റിൽ എഴുതി വെക്കും ഹലാൽ. വന്നോളി ഹലാൽ. വാ യാ അല്ലാഹ്.
ഹലാൽ അല്ലെങ്കിൽ കാലം എല്ലാം ഹലാലിന്റെ കാലമല്ല, എല്ലാം ഹലാലാക്കല്ലേ. അപ്പൊ ബിയർ ഹലാൽ എന്ന് അതിനകത്ത് എഴുതിയിരിക്കുമ്പോ ഇനി പെണ്ണുങ്ങളുടെ നെഞ്ചിൽ എഴുതി വെക്കണം ഹലാൽ ഹലാൽ. ഞാനൊരു സൗദിയുടെ ഒരു അറബിയുടെ ഒരു ഇതിൽ ഞാൻ കേട്ടു, മീൻ ഖാലലക്കി സെക്സ് ഹറാം. ഒരു പെണ്ണ് പറയാണ് മീൻ ഖാലലക്കി സെക്സ് ഹറാം. മനസ്സിലാവുന്നുണ്ടോ? ഗൾഫിലായിരുന്നോ? ആരാ പറഞ്ഞത് സെക്സ് ഹറാമാണെന്ന്? ഒടുക്കത്തെ ഹലാൽ. അവള് വലിച്ചു കീറേണ്ട സമയം കഴിഞ്ഞില്ലേ? അപ്പൊ ഈ ഹലാൽ എന്നുള്ള ഈ വാക്കൊക്കെ വെച്ചിട്ടായിരിക്കും ഗൾഫിലൊക്കെ പോകുമ്പോ ഇത്തിരി ഹലാലെന്ന് പറഞ്ഞ് തോണ്ടാൻ പോണത്. എനിക്ക് തോന്നുന്നതാണ് ഈ ഹലാലിന്റെ പത്തോയം വെച്ചിട്ടായിരിക്കും. നാളെ എന്താ സംഭവിക്കുന്നറിയോ? ഈ ഹലാലിന് വേണ്ടി പോയാൽ നമ്മുടെ കൈയും പറയും, നമ്മുടെ കണ്ണും പറയും, നമ്മുടെ കാതും പറയും, നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും പറയും, അല്ലാഹുവേ ഞാൻ ഇന്നതുപോലെ ചെയ്തു, ഞാൻ ഇന്നത് പിടിച്ചു, അങ്ങോട്ടും നോക്കി ഇങ്ങോട്ടും നോക്കി, അവിടെ നടന്നുപോയി ഇവിടെ നടന്നു. ഇതൊക്കെ നമ്മുടെ അവയവങ്ങൾ വിളിച്ചു പറയുമെന്ന് കമാ ഖാല റസൂലുള്ളാഹി. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങോട്ടൊന്നും പോകണ്ട, പോട്ടെ. അപ്പൊ ശുരിബത്തിൽ ഖുമൂർ, മദ്യം അധികരിക്കും, മദ്യം ഇഷ്ടം പോലെ കുടിക്കും. 3 വളുരിബൂ ബിൽ മാസിഫി, പാട്ട്, പടക്കം പൊട്ടീര്, ഗാനമേള, DJ, ഡാൻസ് അധികരിക്കും. ഹദീസാണ് ഞാൻ പറയുന്നത്. നമ്മുടെ നാട്ടിൽ അത് അധികരിക്കും. ഇവിടെ ഭയങ്കരമായ വെള്ളപ്പൊക്കം നടക്കുന്ന സമയത്ത്, നമ്മുടെ നാട്ടിൽ വെള്ളം മുങ്ങി നിൽക്കുന്ന സമയം, എല്ലാവരെയും രക്ഷപ്പെടുത്തുന്ന സമയത്ത് ഒരു വീഡിയോ നമ്മൾ കണ്ടില്ലേ? ഒരു മുസ്ലിം വീട്ടിൽ ഒരു കല്യാണത്തിന്റെ ഒരു വീഡിയോ, ഒരു അഹങ്കാരത്തിന്റെ വീഡിയോ. അഹങ്കരിക്കണവർ, ഭയങ്കരമായ അഹങ്കാരം, ഭയങ്കരമായ അഹങ്കാരം. ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല എന്ന് പറയുകയാ, വളുരിബൂ ബിൽ മാസിഫി, പാട്ടും പൊട്ടാസും അതിൻ്റെതായ വാദ്യോപകരണങ്ങളും ഡാൻസും DJ അധികരിക്കുമ്പോ അല്ലാഹു ആകാശത്ത് നിന്ന് കോപിക്കുമത്രേ. അല്ലാഹു ഭൂമിയോട് വിളിച്ചു പറയുകയാ, തസൽസലീ ബിഹിം, ഇവരെ കൊണ്ട് നീ ഒന്ന് കുലുങ്ങണേ ഭൂമിയേ. അല്ലാഹു പറയും. ആ സമയത്ത് അല്ലാഹു പറയാ, തസൽസലീ ബിഹിം, ഇവരെ കൊണ്ടൊന്ന് കുലുങ്ങണേന്ന്, ഇവരെ കൊണ്ടൊന്ന് കുലുങ്ങണേന്ന്. ഫൈൻ താബൂ വനസഊ, അവർ അല്ലാഹുവിലേക്ക് മടങ്ങിയാൽ പ്രശ്നമില്ല. ഇപ്പൊ നമ്മൾ പല ഭൂകമ്പങ്ങൾ ഉണ്ടായി, പല ഭൂമികൾക്ക് ഉണ്ടായി, പെട്ടെന്ന് പടച്ചവനെ അസ്തഗ്ഫിറുല്ലാഹ്, നമ്മളെല്ലാവരും ദുആ ചെയ്തു, നമ്മുടെ ഓരോ പള്ളികളും ദുആ ചെയ്തു, മിമ്പർ മെഹ്റാബുകളും ഗർജിച്ചു, അല്ലാഹ് പ്ലീസ് പടച്ചവനെ ഇല്ല ഞങ്ങളെ മുക്കിക്കൊല്ലല്ലേ അല്ലാഹ്, ഞങ്ങളെ ഇടങ്ങേറാക്കല്ലേ അല്ലാഹ്, ഭൂമികുലുക്ക് കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാഹ്, ഭൂകമ്പം കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാഹ്. എല്ലാവരും ദുആ ചെയ്തു. ദുആ ചെയ്തപ്പോൾ അല്ലാഹ് അവിടെ പിടിച്ചു നിർത്തി മഴ. ഇല്ലേ? എല്ലാ മെമ്പർ മെഹ്റാവും സമസ്തയുടെ നമ്മുടെ പണ്ഡിതന്മാരെല്ലാം പറഞ്ഞു ദുആ ചെയ്യണം. ഇന്നത്തെ വെള്ളിയാഴ്ച എല്ലാവരും ദുആ ചെയ്യണം, ഖുനൂത്ത് ഓതണം, ദുആ ചെയ്യണം. ഞങ്ങളുടെ പള്ളിയിലൊക്കെ നമ്മളെല്ലാവരും ദുആ ചെയ്തു. എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞു, എല്ലാവരും ദുആ ചെയ്തു. കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം മെമ്പർ മെഹ്റാബുകളെല്ലാം ഗർജിച്ചു ദുആ കൊണ്ട്. അല്ലാഹുവേ തൽക്കാലം ഞങ്ങളുടെ മഴ നിർത്തിത്തരണേ, പിടിച്ച് ഞങ്ങളെ സഹായിക്കണേ അല്ലാഹ്. അല്ലാഹ് കേട്ടു, അല്ലാഹ് സഹായിച്ചു. അങ്ങനെ തൗബ ചെയ്ത് മടങ്ങാത്ത പക്ഷം അല്ലാഹു തആല ഭൂമിയോട് പറയും, അഹദിമഹാലൈഹിം, ഹേ മലയെ ഇവരുടെ മേലേക്ക് നീ മറിഞ്ഞു വീഴണമേ. അങ്ങനെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടാവുക. അല്ലാഹ് പറഞ്ഞ വാക്കാണ്. അല്ലാഹ് പറയും. ഇതാണ് ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത്. അപ്പോൾ ഇതിൽ ഈ ഹദീസിൽ 3 കാരണങ്ങളാണ്. ഒന്ന്, വ്യഭിചാരം അനുവദനീയമാകും, മദ്യം അനുവദനീയമാകും, പാട്ട്, കളി, ഗാനമേള, പൊട്ടാസ്, പടക്കം പൊട്ടി ഇത് അനുവദനീയമാകും. ഈ 3 കാര്യം വന്നാൽ നീ സൂക്ഷിച്ചോ. ആദ്യം പറഞ്ഞ ഹദീസിലേക്ക് പോകാം. 5 കാര്യം. അതിലൊന്ന് മദ്യപിക്കലാണ്. 2, വലുബസിഹിമൽ ഹരീറാ, ആഡംബര വസ്ത്രം എന്റെ സമുദായം ഉപയോഗിക്കുന്ന കാലം വന്നാൽ അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുമുള്ള ശിക്ഷകൾ ഉണ്ടാകാതിരിക്കുകയില്ല സഹാബ. ആഡംബര വസ്ത്രം, കല്യാണ വീടുകളിലൊക്കെ പ്രത്യേക യൂണിഫോമായി ഇപ്പം, പണ്ടത്തെ പോലെ അല്ലല്ലോ. പ്രത്യേക ഒരു മഞ്ഞ, ഒന്ന് പച്ച, അതല്ലെങ്കിൽ ഒരു പ്രത്യേകമായ ഒരു പിങ്ക്, ഒരു പ്രത്യേക കളർ. ആണിന് വേറെ, പെണ്ണിന് വേറെ, ബ്ലൗസിന് വേറെ, ബ്രായ്ക്ക് വേറെ, ഇന്നറിന് വേറെ, ലെഗിൻസിന് വേറെ, പാവാടയ്ക്ക് വേറെ, സാരിക്ക് വേറെ, പർദ്ദയ്ക്ക് വേറെ, മറ്റേതിന് വേറെ. എല്ലാത്തിനും പ്രത്യേകമായ ഓരോ കളർ ഇല്ലേ? അതല്ലേ വരിക. അപ്പോൾ മനസ്സിലാക്കുക, ഇത് സുലൈമാന്റെ മൂത്തോള്,
അത് ഔക്കറിൻ്റെ ഇളയമോള്, അത് മമ്മേൻ്റെ രണ്ടാമത്തോള്. ഇതിങ്ങനെ കറക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഈ പ്രത്യേകമായ വസ്ത്രം ഇട്ടിട്ട് കല്യാണ വീടുകളിൽ വരുന്നു. നിബിധങ്ങൾ പറഞ്ഞ വാക്ക ഖിയാമത്തിൻ്റെ അടയാളം. ഒരു കാലഘട്ടം വരും എൻ്റെ ഉമ്മത്ത് അന്ന് പ്രത്യേകമായ വസ്ത്രങ്ങളും ആഡംബര വസ്ത്രങ്ങളും ധരിച്ചിട്ട് നിരത്തിലിറങ്ങും. അത് ഖിയാമത്തിൻ്റെ അടയാളമാണ്. വന്നില്ലേ? പണ്ടത്തെ കാലത്ത് നമ്മുടെയൊക്കെ വാപ്പ കല്യാണം കഴിച്ചപ്പോൾ ഇതേപോലത്തെ യൂണിഫോം ഉണ്ടായിരുന്നോ കുഞ്ഞാപ്പൂ? വാപ്പ കല്യാണത്തിന് നിങ്ങളില്ലായിരുന്നോ? അത് അത്ഭുതപ്പെടാനൊന്നുമില്ല. നമ്മളിപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ അത്ഭുതം? നമ്മുടെ വാപ്പാൻ്റെ കല്യാണം ഇപ്പോൾ നമ്മൾ കാണുന്നില്ലേ? നമ്മുടെ കാലം പോട്ടെ. നമ്മളിപ്പോൾ കഴിക്കുന്ന കല്യാണം മൊത്തം വീഡിയോയിൽ പകർത്തിയിട്ട് 18 വർഷം കഴിഞ്ഞിട്ട് മോള് കാണൂലേ? 10 വർഷം കഴിഞ്ഞിട്ട് മോള് കാണൂലേ എൻ്റെ വാപ്പാൻ്റെ കല്യാണം കണ്ടോന്ന്? അപ്പം എന്താ നിൻ്റെ വാപ്പാൻ്റെ കല്യാണം കണ്ടോന്ന് ചോദിക്കുന്നതിൽ എന്താ തെറ്റുണ്ടോ? ഉണ്ടാ ബീവേ? ശരിയല്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഫോട്ടോ എടുത്ത് വെച്ച്, ക്യാമറ എടുത്ത് വെച്ച്, വീഡിയോ എടുത്ത് വെച്ച് എൻ്റെ വാപ്പാൻ്റെ കല്യാണം ഇതാണ്, എൻ്റെ ഉമ്മയെ കെട്ടുന്നത് ഇങ്ങനെയാണ്, ഇതാ കണ്ട, ഇതാണ് സംഭവം. ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികൾ മുഴുവൻ ഇത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഇനി ഒരു 10 വർഷം കഴിയുമ്പോൾ ഇത് കാണും. അപ്പം പറയും നിൻ്റെ വാപ്പാൻ്റെ കല്യാണം ഞാൻ കണ്ടു. അപ്പോൾ ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല, സംഭവം യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ അങ്ങനെ ഇല്ലായിരുന്നു. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയുണ്ട് സംഭവം. ആഡംബരങ്ങൾ, ഇതുപോലെ വസ്ത്രം. ആ വസ്ത്രം ധരിക്കുമ്പോൾ ഓർത്തുകൊള്ളണം ഖിയാമത്തിന്റെ അടയാളമാണ്. 3 നബിയന റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, വത്തിഖാദിഹിമുൽ ഖൈനാ, പാട്ടുകളും ഗാനമേളകളും വാദ്യോപകരണങ്ങളും അധികരിക്കുമത്രേ. ഇന്ന് നമ്മൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന തെറ്റ് പാട്ട് കേൾക്കലല്ലേ, മ്യൂസിക് കേൾക്കലല്ലേ അല്ലേ? ഓരോ വീടുകളും നിറച്ചെന്താണ്? ഹോം തിയേറ്റർ, ഓട്ടോറിക്ഷ. ആ ഓട്ടോറിക്ഷയ്ക്കകത്ത് ഒരു ഗർഭിണി പെണ്ണിനെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പേ ഓള് പ്രസവിക്കും. ഫ്രീ ആയിട്ട് പ്രസവിച്ചു തരും, ഒരു പൈസയും വേണ്ട. കാരണം ഈ ഓട്ടോറിക്ഷയിൽ മൊത്തം ഇത് തന്നെയാണ്, ഈ ശബ്ദമാണ്. വീട്ടിൽ ശബ്ദം ഇതാണ്. ഓരോ വീട്ടിലും ഓരോ ഭിത്തിയിൽ മുഴുവനും ഇത് തന്നെ. മൊബൈലിൽ ഇത് തന്നെ. ഒരു പാട്ട് കേട്ടാൽ പിന്നെയും പാട്ട് കേൾക്കാൻ തോന്നും. പക്ഷെ ഒരു പ്രാവശ്യം വ്യഭിചരിച്ചാൽ പിന്നെ വ്യഭിചരിക്കാൻ തോന്നില്ല, പേടിയാണ്. പക്ഷെ പാട്ട് അങ്ങനെയല്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, പാട്ട് തുംബിത്തുൽ നിഫാഖ്, നിന്റെ ഖൽബിൽ അതൊരു നിഫാഖ് ഉണ്ടാക്കും, കാപട്യം ഉണ്ടാക്കും. അതുകൊണ്ട് പാട്ട് കേൾക്കരുത്, മ്യൂസിക് കേൾക്കരുത്. കേട്ട് കഴിഞ്ഞാൽ പിന്നെയും കേൾക്കാൻ തോന്നും. അങ്ങനെ കേൾക്കുമ്പോൾ പള്ളിയോടോ ഈമാനോടോ നമസ്കാരത്തോടോ വഅലിനോടോ നസീഹത്തോടോ താല്പര്യം കാണുകയില്ല. കൂടുതലും ഇഷ്ടം പാട്ട് കേൾക്കാനാണ്. കാറിൽ കയറിയ ഉടനെ അളിയ ആ പാട്ടിട, അളിയ ഈ പാട്ടിട, ആ പാട്ടിട എന്ന് പറയും. വീട്ടിൽ കയറിയാലും ആ പാട്ട്, ആ കാസറ്റ് ഉണ്ടോ, ഈ കാസറ്റ് ഉണ്ടോ. 6:30 സന്ധ്യാസമയമാകുമ്പോൾ നമ്മുടെ പെൺകുട്ടികൾ നേരെ പോകുന്നത് ആ ടിവിയുടെ ഉമ്മറപ്പടിയിലേക്ക് പോയിരുന്ന് ഒരു യാസീൻ, ഒരു ഫാത്തിഹ ഓതി, 3 സ്വലാത്ത് ഓതിക്കൊണ്ട് അത് അങ്ങോട്ട് ഓണാക്കിയാൽ 12:43 ആകുമ്പോഴാണ് അത് ഓഫാക്കുക. അതുവരെയ്ക്കും എൻ്റെ മുന്നിൽ അത്രയും 6:30, 7:30, 8:30, 9:30, 10:30, 11:30, 6 മണിക്കൂർ നിഫാഖ്, കാപട്യം കയറി മനസ്സിനകത്ത് കടുത്തിരിക്കുമ്പോൾ ഇവർക്ക് വാപ്പ എന്താണ്, ഉമ്മ എന്താണ്, മക്കൾ എന്താണ്, ഭാര്യ എന്താണ്, ഇതൊന്നും അവർക്കറിയുകയേ ഇല്ല. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ മ്യൂസിക് കേൾക്കരുതേ. കാരണം വ്യഭിചാരത്തെക്കാൾ വലിയ കുറ്റമാണത്. പക്ഷെ ഇതാർക്കും അറിയില്ല. വ്യഭിചാരത്തെക്കാൾ വലിയ കുറ്റമാണ് മ്യൂസിക് എന്ന കാര്യം ആർക്കും അറിയില്ല. അതാണ് പ്രശ്നം. വ്യഭിചാരത്തെക്കാൾ വലിയ കുറ്റമാണ് മ്യൂസിക്, ഗാനമേള, പാട്ട് കേൾക്കൽ, മ്യൂസിക് അടിച്ച് കേൾക്കൽ വ്യഭിചാരത്തെക്കാൾ വലിയ കുറ്റമാണ്. വ്യഭിചരിച്ച ഒരു വ്യക്തിയെ അപേക്ഷിച്ചിടത്തോളം അള്ളാന്റെ റസൂൽ അവൻ മുനാഫിക് എന്ന് പറഞ്ഞിട്ടില്ല. പാട്ട് കേൾക്കുന്ന വ്യക്തിയെ അപേക്ഷിച്ചിടത്തോളം മുനാഫിക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വ്യഭിചാരം സുന്നത്താന്ന് പറഞ്ഞ് നാളെ പോയി പണി തുടങ്ങാനല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനിയിപ്പോൾ ഞാനിത് സുന്നത്താന്ന് പറയും, പുതിയൊരു മസല കെട്ടി EP എന്തായാലും പ്രസംഗിക്കാൻ കൊണ്ടുവന്നത് റാഹത്തായി, അതുകൊണ്ട് നാളെ മുതൽ ജായിസാന്നല്ലോ എന്ന് പറഞ്ഞു. അങ്ങനല്ല. വ്യഭിചരിക്കുമ്പോൾ നമുക്കൊരു പേടി വരും. ഒരു പ്രാവശ്യം വന്നു പോയി വീണു പോയി കുടുങ്ങിപ്പോയി, സ്തോഫറുല്ലാ പഠിച്ചാലും മാപ്പാക്കാൻ അറിയാതെ വീണു, അള്ളാഹുവേ. പക്ഷെ പാട്ട് അങ്ങനല്ലോ. ഒരു പാട്ട് കേട്ടാൽ പിന്നെയും നമ്മുടെ മൊത്തം LCD-യിൽ LED-യിൽ റെഡിയാക്കി അങ്ങോട്ട് വെച്ചിരിക്കല്ലേ. ഒരു കുത്തിയാൽ മതിയല്ലോ. ഏത് വേണം, ഏത് സൈസ് വേണം, എല്ലാം വരും. ചിമിക്കെങ്കിൽ ഇറങ്ങി ഏത് സാധനം വേണം എല്ലാം വരും. ഒരു കുത്തിയാൽ മതി. വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോൾ ഒരു കുത്ത്, അടുത്തത് വരും, അവള് വരുവളെല്ലാം. അപ്പൊ അത് കേൾക്കും, നമ്മൾ വിചാരിക്കും കുഴപ്പമില്ല. മാപ്പിളപ്പാട്ട് ഹറാമല്ലേ? മാപ്പിളപ്പാട്ടല്ലേ, മുസ്ലിം പാട്ടല്ലേ? പാട്ട് കുഴപ്പമില്ല, മ്യൂസിക്കാണ് ഇവിടെ പ്രശ്നം. പാട്ട് പ്രശ്നമില്ലല്ലോ, പാട്ട് പഠിക്കോ. പക്ഷെ മലപ്പുറംകാരൻ ഏറ്റവും കൂടുതൽ മ്യൂസിക് അടിച്ച് പാട്ട് പാടുന്നത്. നാളെ അള്ളാന്റെ മുന്നിൽ സമാനം പറയണം. ഞാൻ പറയേണ്ട വാക്ക് പറഞ്ഞു. നിങ്ങൾ പ്രസംഗത്തിന് വിളിച്ചാലും ശരി, വിളിച്ചില്ലേലും ശരി, എനിക്കതൊരു വിഷയമുള്ള കാര്യമല്ല. ബഹുമാനമുള്ള സഹോദരൻ, അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഹദീസാണ്. 3-ാമത് ഇത്തിഖാദിഹിമുൽ ഖൈനാത്ത്. 4-ാമത് വാക്കിലിഹിമുർ റിബാ, പലിശ.
പലിശ തിന്ന. നമ്മുടെയൊക്കെ നാട്ടില് പലിശ, അതാ ഞാൻ നേരത്തെ നമ്മുടെ നല്ല സമ്പാദ്യം എന്ന് പറഞ്ഞ സംഭവം എന്താ? ഇതാണ് നല്ല സമ്പാദ്യം എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലിശ തിന്നാൻ എന്റെ ഉമ്മത്തിനൊരു മടിയുമില്ല. റെഡി തന്നെ, പലിശ തിന്നാൻ മടിയില്ല, ലോൺ എടുക്കാൻ മടിയില്ല, CC ഇട്ട് വണ്ടി എടുക്കാൻ മടിയില്ല. മടിയുണ്ടോ CC ഇട്ട് വണ്ടി എടുക്കാൻ? ഫോർച്യൂണർ വരട്ടെ, 40 ലക്ഷം 10 ലക്ഷം കൊണ്ട് അടയ്ക്കും, 30 ലക്ഷം മാസം തോറും ഗവൺമെന്റിന്റെ കണക്കാണിക്കണം. ആ മസലയും പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ CC എടുക്കുക. ഏത് മദ്ഹബ് പറഞ്ഞതാ? എന്നാ എനിക്കും അങ്ങനെ ഒരു വണ്ടി എടുക്കണം പറഞ്ഞതാ? ഏത് മദ്ഹബ്? ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരുള്ള സ്ഥലമാണ്, സമസ്തയുടെ മഹാന്മാരൊക്കെ ഉള്ള സ്ഥലമാണ്. പറഞ്ഞതാ CC ഇട്ട് വണ്ടി എടുക്കൽ ഏത് മദ്ഹബ് അനുസരിച്ചത് ഹലാൽ. CC ഇട്ട വണ്ടി ഇട്ട് പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്നു. ബഹുമാനമുള്ള സഹോദരങ്ങൾ, നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ പിന്നെ ഓർക്കണം, ചില വണ്ടികൾ നമുക്ക് 0% ഇൻട്രസ്റ്റിന് വണ്ടികൾ കിട്ടും, പലിശ ഇല്ലാതെ. അങ്ങനെയുണ്ട്. അത് നമ്മൾ ചിലപ്പോൾ ഇപ്പൊ ഒരുപാട് കമ്പനികളൊക്കെ ഉണ്ട്. ഞാൻ എന്റെ വണ്ടി 2 ലക്ഷം രൂപ ആ ഇൻട്രസ്റ്റിലെടുത്തത്, നോ ഇൻട്രസ്റ്റ് ഇല്ലാതെ 10 ലക്ഷം രൂപയുടെ വണ്ടി 8 ലക്ഷം റെഡി കാശ് കൊടുത്തു, 2 ലക്ഷം മാസത്തവണ. അതിന് കണക്കില്ല, പലിശയില്ല. 10-5 ഒറിജിനൽ പൈസ, ആ പൈസ തന്നെ അടച്ചാൽ മതി. അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ലാതെ അടച്ചാൽ മതി എങ്കിൽ ജായിസ്, അത് അനുവദനീയമാണ്. 10 ലക്ഷം രൂപയുടെ വണ്ടി 10,10,000 രൂപയാണ് അടയ്ക്കേണ്ടി വന്നാൽ 1000 രൂപ പലിശയാണ്. അതിൽ യാതൊരു സംശയവുമില്ല, അത് ഹറാമാണ്. ആ വണ്ടിയിൽ യാത്ര ചെയ്യൽ ഹറാമാണ്, അവൻ തിന്നൽ ഹറാമാണ്, അവൻ ഉപയോഗിക്കൽ ഹറാമാണ്, അത് യാതൊരു സംശയമില്ല. സ്കൂട്ടർ എടുക്കും, 70,000 രൂപയുടെ വണ്ടി 1000 രൂപ അല്ലെങ്കിൽ 10,000 രൂപ അല്ലെങ്കിൽ 5,000 രൂപ കൊടുത്ത് വണ്ടി എടുക്കും. എന്നിട്ട് ബാക്കി മാസം തോറും 800 രൂപ 1000 രൂപ 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ 3 വർഷം കൊണ്ടോ അടച്ചു തീർക്കും. ആ വാഹനത്തിലാണ് യാത്ര ചെയ്ത് പള്ളിയിൽ പോകുന്നത്, മദ്രസയിൽ പോകുന്നത്, വാള് വെക്കാൻ വരുന്നത്, മൊയ്ലിയാരെ കൊണ്ട് കല്യാണം നടത്തിക്കാൻ പോകുന്നത്, മയ്യത്ത് വീട്ടിൽ പോകുന്നത്, മയ്യത്തിന്റെ പിന്നാലെ പോകുന്നത്. ഏത് വണ്ടിയിൽ? CC ഇട്ടെടുത്ത വണ്ടിയിൽ പലിശ ജായിസ് എന്ന് ആര് പറഞ്ഞു? നിബിധങ്ങൾ പറഞ്ഞ വാക്കാണ് വാക്കിലിഹും റിബ. നമ്മുടെ മക്കൾ പലിശ തിന്നാൻ ഒരു മടിയും കാണിക്കാത്ത ഒരു കാലം വരും. പലിശ തിന്നാൻ ഒരു മടിയും കാണിക്കാത്ത കാലം വരും. പണ്ടം പണയം വെക്കാൻ കൊണ്ടാണ്ട് കൊടുക്കില്ല തന്നെ, കൊണ്ടങ്ങോട്ട് കൊടുക്കുക, പണ്ടം പണയം വെക്കുക. പിന്നെ വേറെ സാധനം ലോട്ടറി കുത്തിയെടുക്കുക, വരച്ചെടുക്കുക, തോണ്ടിയെടുക്കുക, പറിച്ചെടുക്കുക, ഫോണിൽ കൂടെ വിളിച്ചു പറഞ്ഞെടുക്കുക. തിന്നാണ് ഹറാമ്, പന്നിയിറച്ചി, ഹറാമിന്റെ പന്നിയിറച്ചി. പൈസകൾ കുറെ വാരിക്കൂരി കൂട്ടിട്ട് കാര്യമില്ല മക്കളെ. ഇങ്ങനത്തെ പണം നമുക്കെന്തിന്? നമ്മുടെ മക്കൾക്ക് കൊടുക്കണോ? നമ്മുടെ ശരീരത്തിൽ ഈ ഹറാമിന്റെ അംശം വളർന്നു വന്നാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിന്റെ ശരീരം നരകത്തിന്റെ ഏറ്റവും നല്ല വിറകാണ്. നബീന റസൂലുള്ളാഹി. തായ്ലൻഡ് ലോട്ടറി നമ്മുടെ ഈ പരിസരത്തൊക്കെ അതുപോലത്തെ ഇവിടെ ലോട്ടറി പേരുണ്ടല്ലോ. ഇവിടെ ഒരു ലോട്ടറിയുടെ പേരുണ്ടോ ഈ പരിസരത്ത്? ഇവിടെ ഒന്നൊക്കെ ഉണ്ട് ഒരു ലോട്ടറി. പോയിട്ട് ഉറയ്ക്കുക, നമ്പർ പറയുക. ഗൾഫിലൊക്കെ ഉണ്ട് തായ്ലൻഡ് ലോട്ടറി എന്ന്. ഫോൺ വിളിച്ചിട്ട് നമ്പർ പറഞ്ഞ് എഴുതിയെടുക്കുന്ന ഒരു ലോട്ടറി. എന്റെ പൊന്നു ചെറുപ്പക്കാരെ, യുവാക്കളെ, ചെയ്തതൊക്കെ ചെയ്തോ, ഇനി അത് ചെയ്യാൻ നിൽക്കട്ടെ. ഇന്ന് തൗബ ചെയ്യണം. നിങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹ്ക്ക് കുഴപ്പമില്ല, നമുക്കും കുഴപ്പമില്ല, ഈ മൂല്യാർക്കും കുഴപ്പമില്ല, ആർക്കും കുഴപ്പമില്ല. പക്ഷെ നിങ്ങളുടെ ആ സമ്പാദ്യം കൊണ്ടുവന്ന് നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങൾ തിന്ന എന്താ സംഭവിക്കുന്നത്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുക, ഇന്ന ദുനിയാ ഹൽവത്തുൻ ഖളിറാ. ദുനിയാവ് കാണാൻ രസമാണ്, ദുനിയാവ് കാണാൻ അലങ്കാരമാണ്, ദുനിയാവ് കാണാൻ മനോഹരമാണ്, ദുനിയാവ് കാണാൻ ചേതോഹാരിതയാണ്. മനിക്തസബ ഫിഹാ മാലം മിൻ ഹുല്ലിഹി വഅൻഫഖഹു ഫീ ഹഖിഹി അസാബഹുല്ലാഹ് വഔറദഹു ജന്നതഹു. ആരെങ്കിലും ആ ദുനിയാവിന്റെ പ്രസരിപ്പ് കണ്ട്, ആരെങ്കിലും ആ ദുനിയാവിന്റെ രസങ്ങൾ കണ്ടിട്ട് ഹലാലായതാണ് സമ്പാദിച്ചതെങ്കിൽ അവന്റെ സമ്പാദ്യത്തിന്റെ പേരിൽ നാളെ അള്ളാഹു അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരുമത്രേ. മറിച്ച് വമൻ ഇക്തസബ ഫീഹാ മാലം മിൻ ഗൈരി ഹുല്ലിഹി വഅൻഫഖഹു ഫീ ഗൈരി ഹഖിഹി ഔറദഹുല്ലാഹ് ദാറൽ ഹവാ. ആരെങ്കിലും ഹറാമായ നിലയിൽ ഈ ദുനിയാവിൽ നിന്ന് സമ്പാദിച്ചിട്ടുണ്ടോ, അതാണ് നീ കഴിച്ചതെങ്കിൽ, അതാണ് നിന്റെ മക്കൾക്ക് കൊടുത്തതെങ്കിൽ, അതാണ് നിന്റെ മാതാപിതാക്കൾ കഴിച്ചതെങ്കിൽ, അതാണ് നീ പള്ളിക്ക് കൊടുത്തതെങ്കിൽ, അതാണ് നീ വാളിന് കൊടുത്തതെങ്കിൽ, ഔറദഹുല്ലാഹു അന്നാർ, അവനെ അല്ലാഹു നരകത്തിലേക്കാണ് കൊണ്ടുവരിക എന്ന് ലോകത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കാണ്. അള്ളാഹുവിന്റെ റസൂലിന് വിശ്വാസമുണ്ടോ? ചെയ്തോ. വിശ്വാസം ഇല്ലെങ്കിൽ ഓക്കെ, എനിക്ക് പ്രശ്നമില്ല. ഞാൻ എന്റെ ഹദീസ്, എന്റെ വാക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ലഅയ്യജഅല അഹദുകും ഫീ ഫീഹി തുറാബാ ഖൈറുൽ ലഹു മിൻ അയ്യജഅല അഹദുകും ഫീ ഫീഹി ഹറാമാ. ആദമിന്റെ മോനെ, ഭൂമിയിൽ കിടക്കുന്ന പൂഴി വാരി നിന്റെ വയറ് നിറയ്ക്കലാണ് നിനക്ക് അഭികാമ്യം. ഈ റോഡിൽ കിടക്കുന്ന മണ്ണ് വാരി തിന്നലാണ് നിനക്ക് ഏറ്റവും ശ്രേഷ്ഠമായത്. നിന്റെ വയറ്റിലേക്ക് ഹറാമിന്റെ സമ്പാദ്യം വാരി കോരി കൊടുക്കുന്നതിനേക്കാൾ റോഡിൽ കിടക്കുന്ന മണ്ണ് വാരി തിന്നലാണ് നിനക്ക് ശ്രേഷ്ഠമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരു ഹദീസ് കേൾക്കണോ? മൻ അകലൽ ഹറാമ മൻ അകല തആമ ബിൽ ഹറാം കഅന്നമാ തഖറ സൗബ ബിൽ ബൗലി ഔ കമാ ഖാല റസൂലുള്ളാഹി. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും ഹറാമിന്റെ ഭക്ഷണം കഴിച്ചാൽ, ഹറാമിന്റെ ഭക്ഷണം കൊണ്ട് വസ്ത്രം വാങ്ങിയാൽ, ഹറാമിന്റെ പൈസ കൊണ്ട് വെള്ളം വാങ്ങി കുടിച്ചാൽ, കഅന്നമാ തഹറ സൗബ മിനൽ ബൗൽ, മൂത്രം വെള്ളത്തിൽ അവന്റെ വസ്ത്രം കഴുകി ധരിക്കുന്നവനെ പോലെയാണ്. കമാ ഖാല റസൂലുള്ളാഹി. കോമൂത്രം, പശുവിന്റെ മൂത്രം, എരുമയുടെ മൂത്രം, മുട്ടന്റെ മൂത്രം, മട്ടന്റെ മൂത്രം, മനുഷ്യന്റെ മൂത്രം, ആ മൂത്രത്തിൽ വസ്ത്രം കഴുകി ധരിക്കുന്നവനെ പോലെയാണ്. ഈ ഹറാമിന്റെ ലോട്ടറിയുടെ ഒക്കെ പൈസ എടുത്തിട്ട്, പലിശയുടെ പൈസ എടുത്തിട്ട് ആരെങ്കിലും തിന്നുകയോ മറ്റുള്ളവർക്ക് കൊടുക്കുകയോ ചെയ്താൽ അവന്റെ നിയമം ഇതുപോലെയാണെന്ന് കമാ ഖാല റസൂലുള്ളാഹി. ഇനി തീരുമാനിച്ചോ, മൂത്രത്തിലാണ് വസ്ത്രം കഴുകുക. മൂത്രത്തില് പാപ്പാടെ മൂത്രത്തിന് വർക്കത്തുണ്ടോ? ഉമ്മാടെ മൂത്രത്തിന് വർക്കത്തുണ്ടോ? ലോകത്ത് മൂത്രത്തിന് വർക്കത്തുള്ള ഹബീബ റസൂലുള്ളാഹി തങ്ങളുടെയാ. അത് ഭൂമിയിൽ വീഴുന്നുടനെ ഭൂമി വിഴുങ്ങിക്കളയും. നമ്മുടെ മൂത്ര പരിസരത്ത് വീണുപോയാൽ വെന്നിയൊരു ടൗണിൽ ഒരു മനുഷ്യൻ നിൽക്കൂല. പിന്നെ അത്രയ്ക്കും സുഗന്ധമാണ് അതിന്. ആ മൂത്രത്തിൽ വസ്ത്രം കഴുകിയവരെ പോലെയാകുമെന്നാണ് ഹദീസ്. എന്ത്? ഹറാമിന്റെ പന്നിയിറച്ചി തിന്ന് ജീവിക്കുന്നവൻ, ഹറാമിന്റെ പന്നിയിറച്ചി. അതാണ് ഈ ലോട്ടറിയും, അതാണ് ഈ പലിശയും. വേണ്ട, ഇന്നെടുത്തോ, പോട്ടെ, കീറിക്കള. രാത്രി എഴുന്നേക്കണ്ട 2 റക്അത്ത് ഹാജത്ത് സുന്നത്ത് തൗബ പറയണം. പടച്ചവനെ അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹ് എനിക്കറിയില്ലായിരുന്നു പടച്ചവൻ, പ്ലീസ്. കരയാ. പടച്ചവൻ പാവപ്പെട്ടവനാണ്, പടച്ചവൻ പാവമാണ്, വളരെ പാവമാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഭീകരനൊന്നും അല്ല. അല്ല ഭീകരനല്ല, ഒരിക്കലല്ല. നിങ്ങൾ രാത്രി എഴുന്നേറ്റ് പടച്ചവനെ സംഭവിച്ചു പോയി അല്ല, ഞാൻ ഇത്ര നാൾ അതാ തിന്നത് എടുത്തത്, എൻ്റെ ഉമ്മ കൊടുത്ത്, എൻ്റെ ഉപ്പ കൊടുത്ത്, എൻ്റെ മക്ക കൊടുത്തത്, പ്ലീസ് മാപ്പാക്കണേ പടച്ചവനെ, മാപ്പ. ഇല്ല റബ്ബേ, പട്ടിണി കിടന്ന് മരിച്ചാലും ഇനി ആ ഹറാമ് ഞാൻ തിന്നില്ല അല്ലാ. തിന്നുവോ? തൗബ ചെയ്യോ? ഇൻഷാ അല്ലാഹ് പറ. നമുക്കെന്താ? അല്ലെങ്കിൽ പോയി തിന്നിട്ട് മൂത്രം തിന്നുന്നത് പോലെയും കാഷ്ടം തിന്നുന്നത് പോലെയുമാണ് നമ്മൾ ഈ ഹറാമ് തിന്നുന്നത്. നമുക്ക് വേണ്ട പണം. ആ പണം നമ്മൾ തിന്നാൽ, ആ പലിശ നമ്മൾ തിന്നാൽ നമ്മുടെ ഇബാദത്ത് സ്വീകരിക്കൂല, അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങും. 4 5ാമത്തെ കാര്യം, കുടുംബബന്ധം മുറിച്ചാൽ ഈ ശിക്ഷകൾ അല്ലാഹു ഇറക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. കുടുംബബന്ധം മുറിച്ചാൽ അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങുമെന്ന് നബിയാണ്. എൻ്റെ സൗണ്ട് കുറഞ്ഞു പോയോടെ. ആദ്യത്തെ ഒരു പവർ കിട്ടുന്നല്ലോ, പവർ തൊണ്ടൊക്കെ പിടിക്കുന്നല്ലോ. തുറന്നുറാ. നമുക്ക് സമയമില്ലല്ലോ. നമ്മുടെ സമയം മൊത്തം ഇത് തന്നെയാണ്, നമ്മുടെ ജീവിതം മൊത്തം ഇത് തന്നെ. അല്ലെങ്കിൽ കേൾക്കുമ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് നിർത്തിയാൽ കൊള്ളാമെന്ന് തോന്നും. ഈ പറയുന്ന മൊത്തം ഓരോ കട അടച്ചടച്ച് വരികയാണ്. അത് ഹലാലായിരുന്നു, അതും പോയി. ഇത് ഹലാലായിരുന്നു, ഇതും പോയി. ഇനി ഇത് ഹലാലായിരുന്നു, അതും പോയി. ഇനി ഇയാൾ അടുത്ത് എന്താ പറയാൻ പോണത്? അതിനേക്കാളും നല്ലത് എഴുന്നേറ്റ് പോയാൽ നമ്മളിതൊന്നും കേട്ടിട്ടില്ലേ നാരായണ, അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല കൂരായണ. ഞാനൊന്നും കേട്ടിട്ടില്ലേ നാമനാരായണ. കേട്ടാൽ നല്ലത്, കേൾക്കാതെ എഴുന്നേറ്റ് പോയിട്ട് നാളെ അള്ളാൻ്റെ അടുക്ക പോയിട്ട് പടച്ചവൻ നരകത്തിലേക്ക് തള്ളിയിടുമ്പോൾ എൻ്റെ മൂലത്തിൽ കമ്പി പഴിപ്പിച്ചുകൊണ്ട് വരും ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പറയും, പടച്ചവനെ എൻ്റെ മൂലത്തിൽ കുത്തല്ലേ അല്ലാ, ഞാൻ അറിഞ്ഞില്ല, ഒന്നും കേട്ടിട്ടില്ലായിരുന്നു പടച്ചവനെ. കൊടക്കലിൽ പ്രസംഗം നടക്കുമ്പോൾ ഞാൻ വെന്നൂരായിരുന്നു അല്ലാഹു. പറഞ്ഞിട്ട് കാര്യമില്ല, പറയുന്നത് കേട്ടോ, എന്നിട്ട് തൗബ ചെയ്തു രാത്രി എഴുന്നേറ്റ്. അബദ്ധം പറ്റിപ്പോയി അല്ല മാപ്പാക്കി തരും. വല്ലാഹി സത്യം. 100 പ്രാവശ്യം വ്യഭിചരിച്ചിട്ടുണ്ടോ? മാപ്പ് അല്ല മാപ്പാക്കി തരും. രാത്രി എഴുന്നേറ്റ് തൗബ ചെയ്യും. കാരണം പടച്ചവനെ
സംഭവിച്ചു. ഇനിയില്ല റബ്ബേ. പലിശ വാങ്ങിയിട്ടുണ്ടോ? ആ പലിശ തിരിച്ചു കൊടു. അതാ രസം. പലിശയുടെ തൗബ എന്താ? ഒരാൾ 5 വർഷം പലിശയ്ക്ക് പണം കൊടുത്തു. 5 വർഷം പലിശയുടെ തൗബ നല്ലപോലെ മനസ്സിലാക്കണം. എല്ലാരും ധരിക്കുന്നത് പലിശയുടെ തൗബ എന്ന് പറഞ്ഞാൽ അല്ലാഹുവേ ഞാൻ പലിശ വാങ്ങിയല്ല, മാപ്പ് ചെയ്യണേ അല്ല, പൊരുത്തപ്പെടണേ അല്ല, ഇനി പലിശ വാങ്ങില്ല അല്ലാ. തൗബ ഇല്ല മക്കളെ, തൗബ ഇല്ല മക്കളെ. 10 വർഷം പലിശ വാങ്ങിയത് ആരിൽ നിന്നാണോ ആ പലിശ അവർക്ക് മടക്കി കൊടുക്കണേ. അതാണ് നിങ്ങളുടെ തൗബ. അതാണ് തൗബ. പലിശയുടെ തൗബ എന്ന് പറഞ്ഞാൽ അതാണ്. 10 വർഷം ഒരാൾ പലിശയ്ക്ക് പൈസ കൊടുത്തു, പണം വാങ്ങി തിന്നു. ആ പണം വാങ്ങിയ പലിശയുടെ പൈസ അതെന്ത് ചെയ്യണം? ആരിൽ നിന്നൊക്കെയാണോ വാങ്ങിയത് അവർ മടക്കി കൊടുക്കണം. കൊണ്ടുപോയി കൊടുത്തിട്ട് പറയണം, എൻ്റെ അറിവില്ലായ്മയുടെ പേരിൽ ഞാൻ ഈ പണം കൊണ്ട് ഞാൻ ഉപയോഗിച്ചതാണ്, തിന്നതാണ്. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയത്. അതുകൊണ്ട് ഈ പണം എനിക്ക് വേണ്ട, ഇതാ നിങ്ങൾ വെച്ചുകൊള്ളി. എന്നിട്ട് അവിടെ ഇവിടെയൊക്കെ എത്തിക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് പൊരുത്തം വാങ്ങാം. അള്ളാഹുവോട്, പടച്ചവനെ എൻ്റെ കഴിവനുസരിച്ച് അറിവുള്ളവർക്ക് ഞാൻ മടക്കി കൊടുത്തു, പക്ഷെ എനിക്ക് അറിയാത്തവരുണ്ട്, നീ മാപ്പ് ചെയ്യണേ അല്ലാ എന്ന് പറഞ്ഞാൽ ഓക്കെ. പലിശയുടെ തൗബ അതാ കേട്ടോ. 10 വർഷം വരെ പലിശ എന്നിട്ട് 3 ഹജ്ജും ചെയ്ത് 12 ഉംറയും നടത്തി അവിടെ പോയിരുന്നിട്ട് പൊട്ടിക്കരഞ്ഞ് ഇല്ല ഇനി ഇല്ല ഒരിക്കലും തിന്നത് മൊത്തം ഇവിടെ കിടക്കുന്നു. ഷവർമ്മ കണ്ടിക്കാൻ പോകണം. ഈ 2 സൈഡിലും കിടന്ന് കറങ്ങുന്നു തിന്നത്. ഇപ്പുറത്തൊക്കെ കിടക്കാണ്. അത് മൊത്തം എടുത്തിട്ട് കൊണ്ടുപോയി ഡിലീറ്റ് ആക്ക്, കൊണ്ടുപോയി തിരിച്ചു കൊടുക്ക്. അവന്റെ പണം കൊണ്ടാണ് നീ ഫോർച്യൂണർ എടുത്തത്, അവന്റെ പലിശയുടെ പണം കൊണ്ടാണ് നീ വെന്നിയൊരു ഹൈവേയുടെ സൈഡിൽ 10 ഏക്കർ സ്ഥലം വാങ്ങിയത്. ആ പണം കൊണ്ടാണ് നീ അവിടെ കോംപ്ലക്സ് ഉണ്ടാക്കിയത്. അത് മുഴുവനും ആ പണം എടുത്തിട്ട് തിരിച്ചു കൊടുക്കുക. അതാണ് നിന്റെ തൗബ. ആ തൗബ ചെയ്യാതെ മരിച്ചുപോയ അള്ളാഹ് പൊറുക്കുമെന്ന് നിങ്ങൾ ധരിക്കണ്ട. മസല ഇതാണ്. ബാക്കി അള്ളാഹു വേല പടച്ചവും പുറത്തേക്കാം, ചിലപ്പോൾ ഇടിച്ചേക്കാം. ഇതെനിക്കറിയില്ല. മസല അതാണ്. ഇനി ഇതല്ലാത്തൊരു മസല ഉണ്ടെന്ന് നിങ്ങൾ ഉസ്താദന്മാരെ കൊണ്ട് ചോദിച്ചിട്ട് കൊണ്ടുവന്നാൽ അബൂബക്കർ അത് സ്വീകരിക്കും. എൻ്റെ അറിവിൽ ഞാൻ പഠിച്ചത് അങ്ങനെയാണ്. പലിശയുടെ തൗബ എന്ന് പറഞ്ഞാൽ 5 വർഷം 1 വർഷം ഒരാൾ പലിശയുടെ പൈസ തിന്നിട്ടുണ്ടെങ്കിൽ ആ പലിശയുടെ തൗബ എന്ന് പറയുന്നത് അത് മടക്കി കൊടുക്കണം. അതാണ് അവന്റെ തൗബ. പിന്നെ അബദ്ധത്തിൽ കൊടുക്കാൻ പറ്റാത്ത ആളില്ല, മറന്നുപോയി, ചിലപ്പോൾ അതൊക്കെ അള്ളാഹ് പൊരുത്തപ്പെട്ട് തന്നേക്കാം. എന്നാലും നമ്മളൊരു 80% 90% മടക്കി കൊടുത്തുവെങ്കിൽ ഓക്കെ. അതാണ് തൗബ. അതല്ലാതെ ആളുകൾ വിചാരിക്കുന്നത് അറിയോ, ഇതൊക്കെ തിന്നിട്ട് ഈ ഹറാമ് മുഴുവനും സമ്പാദിച്ച് ഇത് മുഴുവനും തിന്നിട്ട് ഒരു ഉംറ ഒരു ഹജ്ജ് ചെയ്ത എല്ലാം കബൂലാളിയ, എല്ലാം കബൂല. ഓടി അങ്ങോട്ട് പോയാൽ മതി. മനസ്സിലായില്ലേ? അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇപ്പൊ ഓർക്കുന്നുണ്ടോ ഈ സാധനത്തിനെ വാതിൽ വിളിക്കണ്ടായിരുന്നു? ഓർക്കുന്നുണ്ടോ? എന്തിനാ വിളിച്ചത്? നമുക്കുള്ളത് നേരെ പറഞ്ഞു പോകും. ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ അബൂബക്കർ മൗലവി അയാൾ ഭയങ്കര നല്ല ആലിമായിരിക്കും. ഏറ്റവും വലിയ മോശക്കാരൻ ഞാൻ തന്നെയാണ്. എന്നെക്കാൾ എത്രയോ നല്ലവരാണ് നിങ്ങളും ഈ ഇരിക്കുന്നവരും. പക്ഷെ ഇത് പറയുമ്പോൾ നമുക്ക് പറഞ്ഞേ മതിയുള്ളൂ. അത് പറയാതെ മറ്റു മാർഗ്ഗമില്ല. നിങ്ങളെ കേൾപ്പിച്ച് കുറച്ച് രസിപ്പിച്ച് വാള് പറഞ്ഞു പോലല്ല. വാള് എന്ന് പറഞ്ഞ നസിഹത്ത് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനാണ്. നിങ്ങളെക്കാളേറെ എനിക്ക് ആദ്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം, പിന്നെ നിങ്ങളത് ശ്രമിക്കണം. അതിനാണ് വാള്. അല്ല ചുമ്മാ കുറെ നീട്ടിപ്പിടിച്ച് പോയിട്ട് പ്രസംഗിക്കലല്ലോ വാള്. പഠിക്കണ്ടേ? നാളെ മുതൽ ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോ സിസിക്ക് വണ്ടി എടുത്തിട്ട് എന്ത് ചെയ്യണം? ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് അത് ക്ലോസ് ചെയ്യാനുള്ള പരിശ്രമം നടത്തും. ഇൻഷാ അല്ലാഹ് ആട്ടോ കൺസൾട്ടിങ് നടത്തുന്നവരുണ്ട്, സിസി ഇട്ട് കൊടുക്കുന്നവർ, നമ്മുടെ സഹോദരങ്ങൾ സിസി ഇട്ട് കൊടുക്കുന്നവരുണ്ട്. ഹറാമ് തന്നെയാണ്. ആ പൈസ വേണ്ട. പെട്ടെന്ന് ആട്ടോ കൺസൾട്ടിങ് നിങ്ങളത് ഓഫാക്ക്, അത് പൂർത്തിയാക്ക്, അത് ഒഴിവാക്ക്. എന്നിട്ട് വേറെ എന്തെങ്കിലും കച്ചവടം തുടങ്ങും. അള്ളാഹു അതിൽ നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യും. ഈ പലിശയുടെ പൈസ വിട്ട് മറ്റൊരാൾക്ക് പലിശയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എഴുതി സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത് അത് ഏറ്റവും വലിയ തെറ്റാണ്. അതുകൊണ്ട് അത് വേണ്ട. നമ്മുടെ മക്കൾക്ക് കൊടുക്കാനുള്ള പണമല്ലേ, മക്കൾ തിന്നാനുള്ളതല്ലേ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എത്രയും വേഗം എടുത്ത കടങ്ങളും ഇടപാടുകളും പൂർത്തീകരിക്കാൻ നിങ്ങൾ പരിശ്രമിക്കുക. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത്, നമ്മുടെ സന്താനങ്ങൾ എന്ന് പറയുന്നത് ആഖിറത്തിലെ നന്മകളാണ്. ഓരോ മാതാപിതാക്കളും തന്റെ മക്കളോടുള്ള കടമകളെ കുറിച്ച് ആദരവായ ഹബീബായ ഷഫിയായ റസൂലുള്ളാഹി തങ്ങൾ നമുക്ക് മറുപടി പറയുകയാണ്. ഒന്ന്, നല്ലപോലെ ശ്രദ്ധിക്കണം വാപ്പാമാര് കേട്ടോ. ഉമ്മ ഒന്ന് ശ്രദ്ധിച്ചോ, മക്കളോടുള്ള കടമ അതാ പറഞ്ഞുതരാം കേട്ടോ. നല്ലപോലെ കേൾക്കണം.
ഇനിയുള്ള സമയത്തെങ്കിലും നമ്മുടെ മക്കൾ നല്ല രീതിയിൽ വളർന്നു വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇത് പറയുന്നത് കേട്ടോ. ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്ക് 7ാമത്തെ ദിവസമാകുമ്പോ ആ കുട്ടിയുടെ തലമുണ്ടനം ചെയ്യണേ, ആ കുട്ടിക്ക് നിങ്ങൾ നല്ല പേര് നൽകണേ. 6 വയസ്സായി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് നിങ്ങൾ മര്യാദ പഠിപ്പിക്കണേ. വാപ്പ ഉമ്മ ശ്രദ്ധിക്കണേ, കുട്ടികളെ മര്യാദ പഠിപ്പിക്കേണ്ടത് എങ്ങനെ? 6 വയസ്സായ 4 വയസ്സായ 5 വയസ്സായ 3 വയസ്സായ കുട്ടികൾ നമ്മുടെ മുന്നിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കടന്നു വരുമ്പോ ഇടത് കൈ കൊണ്ടാണ് ബിസ്ക്കറ്റ് കഴിക്കുന്നതെങ്കിൽ, ഇടത് കൈ കൊണ്ടാണ് ചോറ് തിന്നുന്നതെങ്കിൽ, ഇടത് കൈ കൊണ്ടാണ് മിഠായി കഴിക്കുന്നതെങ്കിൽ ആ കുട്ടിയുടെ കൈ കടിച്ചിട്ട് മകനെ കുൽ ബിയമീനിക, നിന്റെ വലത് കൈ കൊണ്ട് നീ കഴിക്കണേ എന്ന് പറയണേ. സമ്മില്ല ബിസ്മി ചൊല്ലടാ മകനെ എന്ന് പറയണേ. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ മാതാപിതാക്കളോട് നൽകുന്ന ഉപദേശമാണ് മക്കളെ അതവ് പഠിപ്പിക്കാൻ. ഇത് നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടികൾ ഇടത് കൈ കൊണ്ട് ബിസ്ക്കറ്റ് തിന്നും, പബ്സ് തിന്നും, ഷവർമ തിന്നും. പക്ഷെ മാതാപിതാക്കളൊന്നും മൈൻഡ് ചെയ്യൂല. ഇന്ന ശൈത്താന യശ്റബു ബിശിമാലിഹി വയഅകുലു ബിശിമാലിഹി, തീർച്ചയായും പിശാചാണ് ഇടത് കൈ കൊണ്ട് കഴിക്കുന്നത്, ഇടത് കൈ കൊണ്ട് കുടിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ തിന്നാനും കുടിക്കാനും വലത് കൈ ഉപയോഗിക്കണേ. ഇടത് കൈ കൊണ്ട് മക്കൾ കഴിക്കുന്ന കണ്ടാൽ അപ്പോഴേ ഉമ്മ പോയിട്ട് അടിച്ചിട്ട് മനെ അങ്ങനല്ല, വലത് കൈ കൊണ്ട് പിടിക്കടാ, പിടിക്ക്, അങ്ങനെ കഴിക്ക്, അങ്ങനെ കഴിക്ക്, അങ്ങനെ പഠിപ്പിക്കണം. അതാണ് അദബ്, അതാണ് അദബ്. മുതിർന്നവർ വരുന്നു, അവൻ ഇരിക്കൂല, അവൻ ഇങ്ങനെ കാലുമേ കാലൊക്കെ കെട്ടി വെച്ച് ചുക്ക അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ശൈത്താനെ എഴുന്നേക്കടാ എന്നും പറഞ്ഞ് അവനെ അടിച്ച് അവനെ എഴുന്നേൽപ്പിക്കണം. കാരണവർമാരെ കണ്ടാൽ ബഹുമാനിപ്പിക്കണം, എഴുന്നേക്ക്. ഉസ്താദന്മാരെ കണ്ടാൽ, മുതിർന്നവരെ കണ്ടാൽ എഴുന്നേക്കാൻ പറയണം. അവരുടെ മുന്നിൽ വരരുത്, മാറിയിരിക്കണം. നിന്റെ വാപ്പ ഇനി ജാഹിലാണെങ്കിലും നിന്റെ വാപ്പയും മൊത്തം നിസ്കരിക്കാൻ പോകുമ്പോ ജമാഅത്ത് കഴിഞ്ഞു, നീയാണ് ആലിമ്, നീ ഇമാമത്തിക്കുന്നെങ്കിൽ ഉപ്പയോട് ആദ്യം അനുവാദം ചോദിക്കണം. ഉപ്പ ഇമാമത്ത് നിൽക്ക്, ഇല്ല മോനെ നീ നിന്നോ എന്ന് ഉപ്പ അനുവാദം തന്നെങ്കിലേ ഒരു ആലിമാണെങ്കിൽ പോലും ഇമാമത്ത് നിൽക്കാവൂ. അതാണ് വാപ്പയും തമ്മിലുള്ള ബന്ധം. മാതാപിതാക്കളുടെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ മഹത്വം മലപ്പുറം ജില്ലയ്ക്കാട്ടോ. ഞാൻ അടുത്ത സമയത്ത് എൻ്റെ പള്ളിയിൽ ഞാൻ പ്രസംഗിച്ചു. വൃദ്ധസദനങ്ങൾ 8 വൃദ്ധസദനങ്ങളേ ഉള്ളൂ മലപ്പുറം ജില്ലയിൽ, 8 വൃദ്ധസദനങ്ങളേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ വൃദ്ധസദനം എറണാകുളത്താണ്, 2ാമത് തൃശ്ശൂരാണ്, 3ാമത് ഞാൻ ജോലി ചെയ്യുന്ന തിരുവനന്തപുരത്താണ്. 48 വൃദ്ധസദനമുണ്ട് തിരുവനന്തപുരത്ത്, 48 വൃദ്ധസദനം. മലപ്പുറം ജില്ലയിൽ 8 വൃദ്ധസദനമുള്ളൂ. ഞാൻ ഇപ്പം മലപ്പുറം ജില്ലയെക്കുറിച്ച് പൊക്കി പറഞ്ഞു എൻ്റെ പള്ളിയിൽ. എല്ലാവരും പറയും മലപ്പുറം ജില്ലക്കാർക്ക് വിവരമില്ല, വിദ്യാഭ്യാസമില്ല. ഏറ്റവും വലിയ വിദ്യാഭ്യാസമുള്ള തിരുവനന്തപുരം ജില്ലയിൽ 48 വൃദ്ധസദനമുണ്ട്. ഏറ്റവും വലിയ വിദ്യാഭ്യാസ വിചക്ഷണരായ തൃശ്ശൂർ ജില്ലയിൽ 80ഓളം വൃദ്ധസദനങ്ങളുണ്ട്. ഏറ്റവും വലിയ വിദ്യാഭ്യാസ വിചക്ഷണരായ എറണാകുളം ജില്ലയിൽ 100ഓളം വൃദ്ധസദനങ്ങളുണ്ട്. പക്ഷേ ഏറ്റവും കുറവ് മലപ്പുറം ജില്ലയാണ്. അഭിമാനിക്കാം. മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിൽ വിടാതെ വീട്ടിൽ വെച്ച് അവർക്ക് എല്ലാ ശുശ്രൂഷകളും നൽകുന്ന നല്ല മക്കളാണ് മലപ്പുറത്തിൻ്റെ മക്കള്. കിബറൊന്നും വേണ്ട കേട്ടോ, നല്ല മക്കളാണ്. ഹൈ പോപ്പുലേഷൻ അതാണ്. അൽഹംദുലില്ലാഹ്. ആളുകൾ പറയല്ലേ വിദ്യാഭ്യാസത്തിൽ വിവരമില്ലാന്ന്. ഇതൊക്കെ പറയണം. നമ്മളെ അങ്ങ് വിവരമില്ലാത്തവരാക്കി അങ്ങ് മാറ്റല്ലേ മുസ്ലിങ്ങളെ. അങ്ങനെ നിൽക്കരുത്, അതിനൊന്നും നിൽക്കരുത്. പിന്നെ ഈ കാണിക്കുന്ന പേക്കൂത്ത് കണ്ടിട്ട് വിവരമില്ലാത്തവരെന്ന് പറയുന്നത്, അതുകൊണ്ട് അത് കാണിക്കാൻ നിൽക്കരുത്. നമ്മൾ നല്ല വിദ്യാഭ്യാസ വിചക്ഷണരായി മാറണം. അതാണ് നമുക്ക് വേണ്ടത്. ഇതിപ്പോൾ ചരിത്രം ഇന്നത്തെ നെറ്റ് ഗൂഗിൾ പരിശോധിച്ച് നോക്ക്. ഏറ്റവും കുറവ് പിന്നെ ഈ വൃദ്ധസദനം മലപ്പുറം ജില്ലയിലാണ്. കാരണം എന്താ? മാതാപിതാക്കളോടുള്ള മഹത്വം. കാരണം ഇതേപോലെ ഹദീസും ആയത്തുകളും ഖുർആനും മതപ്രസംഗങ്ങളും കേൾക്കുന്നത് കൊണ്ട് ഉപ്പയോടും ഉമ്മയോടുള്ള മഹത്വം അവർ മനസ്സിലാക്കാൻ കഴിയുന്നു. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞൊരു ഹദീസ് നിങ്ങൾ കേൾക്കണേ. ഇദഖതറബ സമാൻ, ഒരു കാലഘട്ടം വരും, അയ്യു റബ്ബിയർ റജുലു ജർവാ ഖൈറുൽ ലഹു മിൻ അയ്യു റബ്ബിയ വലദാ. സ്വന്തം മക്കളെ വളർത്താൻ മാതാപിതാക്കൾ ബുദ്ധിമുട്ടുന്ന ഒരു കാലം വരുമത്രേ. ആ കാലഘട്ടം എത്തുന്നതിന് മുമ്പ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പട്ടിക്കുട്ടിയെ നായിക്കുട്ടിയെ വളർത്തലാണ് നിങ്ങൾക്ക് അഭികാമ്യമെന്ന് ലോകത്തിന്റെ നേതാവ് മുത്തു മുഹമ്മദ് മുസ്തഫ. ഖിയാമത്ത് നാളിന്റെ അടയാളവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കാ.
പട്ടിക്കുട്ടിയെ വളർത്തലാണ് നല്ലത് സ്വന്തം മക്കളെ വളർത്തുന്നതിനേക്കാൾ. അങ്ങനെ ഒരു കാലം വരുമെന്ന് എനിക്ക് തോന്നുന്നു. ആ കാലം ഇതായിരിക്കും. നഊദു ബില്ലാഹ്, അല്ലാഹ് കാക്കട്ടെ. ഹദീസ് ഓതിട്ടാ പറഞ്ഞേ, കള്ളത്തരല്ല, മൗലൂദൊന്നും അല്ല കേട്ടോ, ഒറിജിനൽ ഹദീസാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അശ്റാത്തു സഅത്തിൽ ഖുർബിനെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ അൻ യുറബ്ബിയ റജുലു വലദൻ ഖൈറുൽ ലഹു ജർവൻ. ജർവൻ എന്ന് പറഞ്ഞാൽ വലദുൽ കൽബ്, പട്ടിയുടെ കുട്ടി, നായി. പട്ടി എന്നല്ല ഇവിടെ പറയാ, പട്ടി, നായി, നായി എന്നൊക്കെ പറയും ഇവിടെ, നായിക്കുട്ടി. രണ്ടും പറയും. ആ നായിക്കുട്ടിയെ വളർത്തലാണ് ഒരു വാപ്പാക്കും ഉമ്മാക്കും ശ്രേഷ്ഠം മിൻ അൻ യുറബ്ബിയ വലദൻ ലഹു, സ്വന്തം മക്കളെ വളർത്തുന്നതിനേക്കാൾ. കാരണം എന്താ? വാപ്പായെ അനുസരിക്കാത്ത മക്കൾ, ഉമ്മയെ അനുസരിക്കാത്ത മക്കൾ, മാതാപിതാക്കളോട് മര്യാദ കാണിക്കാത്ത മക്കൾ, അദബ് കാണിക്കാത്ത മക്കൾ, അനുസരണയില്ലാത്ത മക്കൾ, അങ്ങനത്തെ മക്കളെ വളർത്തുന്നതിനേക്കാൾ ഒരു പട്ടിക്കുട്ടിയെ വാങ്ങി വളർത്തലാണ് ശ്രേഷ്ഠമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്നിട്ട് കാരണം പറഞ്ഞത് എന്താ? വലാ യുവഖറു കബീറുഹും വലാ യുർഹമു സഗീറുഹും. കാരണവർമാരെ കണ്ടാ ബഹുമാനിക്കൂല, കൊച്ചുകുട്ടികളോട് മര്യാദയില്ല, സ്നേഹവുമില്ല. നബിയുനാ റസൂലുള്ളാഹി. ശരിയല്ലേ? ഇന്നത്തെ ഫ്രീക്കന്മാരെ കുട്ടികള് മുതിർന്നവരെ കണ്ട, കാരണവന്മാരെ കണ്ട ബഹുമാനിക്കുവോ? കളിയാക്കും. വീഡിയോ വലിച്ചിട്ട് അവരുടെ മുഖത്തേക്ക് ഊതി വിടുകയാണ്. സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളെ, പെൺകുട്ടികൾ വീഡിയോ വലിക്കുന്നു. ഫോട്ടോ വന്നു, സ്കൂളിൽ പോകുന്ന കുട്ടികൾ 10 വയസ്സ് 9 വയസ്സ് വലിച്ചു വിടുകയാണ്. ഇവനൊരു 16-18 വയസ്സാകുമ്പോൾ ഇവന്റെ വലി എന്താ വലിയായിരിക്കും. അവസാനം ഇവനൊരു വലിയായിട്ട് മാറും. അല്ലേ? ആരായിട്ട് മാറും? ഇവൻ ഒരു വലിയുല്ലാഹി സിഗരറ്റ്, അവരുടെ വലിയായിട്ട് മാറും. ഏറ്റവും വലിയ വലി. കാരണം വലിയോടെ വലിയല്ലേ. രാത്രി നമ്മുടെ വീട്ടിൽ കിടന്ന് കൂർക്കം വലിക്കുന്നവനാണ് ഏറ്റവും വലിയ വലിയായിട്ട് കാണുന്നത്. കൂർക്കം വലിയോടെ വലിയാണ്. നമ്മുടെ പെണ്ണ് പറയും എൻ്റെ ഭർത്താവ് വലിയാണെന്ന്. മാഷാ അല്ലാഹ്, എൻ്റെ ഭർത്താവ് വലിയ, നീ വലിയ ഭാഗ്യവതിയാണല്ലോ. അതെ, രാത്രി കൂർക്കം വലിയാണ് വലിയ. എന്താ വലി. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചെന്ന അദബ് കുട്ടികളോട് ഞാൻ പറഞ്ഞത് എന്താണ്? വലാ യുവഖറു കബീറുഹും വലാ യുർഹമു സഗീറുഹും. ചില കുട്ടികൾ ഉണ്ടാകും, ആ കുട്ടികൾ മുതിർന്നവരെ ബഹുമാനിക്കുകയില്ല, മാതാപിതാക്കളെ ബഹുമാനിക്കുകയില്ല, കുട്ടികളോട്, കുഞ്ഞുമക്കളോട് കരുണ കാട്ടുകയില്ല. വലാ യുർഹമു സഗീറുഹും, അവരിൽ കൊച്ചു കുട്ടികളോട് കരുണ കാണിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാക്കാണ്. അങ്ങനത്തെ കുറച്ച് കുട്ടികൾ ഉണ്ടാകും. ആ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഈ നാടിന് ആപത്താണ്. കരുണയില്ലാത്ത കുട്ടികൾ. അവരെ വളർത്തുന്നതിനേക്കാൾ നല്ലത് പട്ടിക്കുട്ടിയെ വളർത്തലാണ് നല്ലതെന്ന് നബിയുനാ റസൂലുള്ളാഹി. സലാസത്തു അശിയാ അസീറത്തുൻ ഫീ കുല്ലി സമാൻ. 3 കാര്യങ്ങൾ എക്കാലവും അമൂല്യമായ നിധി തന്നെയാ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, 3 കാര്യങ്ങൾ വിലമതിക്കാനാകാത്ത നിധിയാണ്. 3 കാര്യം കേട്ടോ, വിലമതിക്കാനാവാത്ത നിധിയാണ് 3 കാര്യം. ഒന്ന് വഹിയ അൽ-ഇഖാഉ ഫില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഐക്യവും സാഹോദര്യവും നിലനിർത്തുക എന്നത് വിലമതിക്കാനാവാത്ത നിധിയാണ്. അൽഹംദുലില്ലാഹ്, ആ ഒരു ഐക്യം നമ്മുടെ ഈ നാട്ടിലുണ്ട്. നമ്മുടെ ഈ നാട്ടിൽ ആ ഒരു ഐക്യമുണ്ട്. എല്ലാവരും ഒറ്റക്കെട്ടായി. ഇവിടെ മറ്റു മതക്കാരൊന്നും ഇല്ലല്ലോ? ഉണ്ടോ? ഹിന്ദുക്കളും ക്രിസ്ത്യാനികളൊക്കെ ഉണ്ടോ? ഹിന്ദുക്കൾ എല്ലാവരും, എല്ലാ മതക്കാരും ഒക്കെ അവര് വടക്കൻ ജില്ലയിലൊക്കെ കൂടുതൽ മുസ്ലിങ്ങളാണ്. എന്നാൽ ഹിന്ദുക്കളും ക്രിസ്ത്യൻ എല്ലാവരും നല്ല ഏകോദര സഹോദരങ്ങളെ പോലെ സന്തോഷത്തോടു കൂടി കഴിഞ്ഞുകൂടുന്ന ആളുകളാണ്. അതാണ് വേണ്ടത്. നഹീം ദൃശം സംവരണം ദൃഷ്ട ലോകേഷ്ട വിദ്യതേ ദയാ മൈത്രീ ച പ്രദേഷ്ട ദാനം ച മധുരാജവാക്. നല്ല വാക്കുച്ചരിക്കണം, മധുരമായ വാക്കുച്ചരിക്കണം, നല്ല സംസാരം. അതിനേക്കാൾ ഒരു ആരാധന മുപ്പാരിലുമില്ല. സമാനീവ ആകുതി സമാനാഹൃദയാനിവ സമാനമസ്തുവോ മനോ യഥാവസു സഹാസിതി. എങ്ങനെയായാലാണോ നിങ്ങളിൽ ഐക്യം സംഭവിക്കുക, ആ ഒരു ഐക്യം നിങ്ങളിൽ ഉണ്ടാകട്ടെ. ആ ഒരു ഐക്യവും സാഹോദര്യവും നിങ്ങളിൽ ഉണ്ടാകട്ടെ. അതല്ല പഠിപ്പിച്ച ഹൈന്ദവ മതം. ആ ഒരു ഐക്യമാണ് നമുക്ക് വേണ്ടത്, ആ ഒരു സാഹോദര്യമാണ് നമുക്ക് വേണ്ടത്. മദ്ഹബ് നഹീം സിഖാത്ത आपस में भैर रखना हिंदी है हम वतन है हिंदुस्तान हमारा. ഒരു മദ്ഹബും ഒരു സമുദായവും പഠിപ്പിക്കുന്നില്ല പരസ്പരം തമ്മിലടിക്കാൻ. നമ്മളെല്ലാം ഇന്ത്യക്കാരാണ്, നമ്മളെല്ലാം ഒരൊറ്റ ചരടിന്റെ മക്കളാണ്. അതാണ് നമുക്ക് വേണ്ടത്.
അപ്പോൾ ആ ഒരു ഐക്യമാണ് ഈ അലിഫ് കൂട്ടായ്മയ്ക്കുള്ളത്. ആ പേര് തന്നെ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം അങ്ങനെ തന്നെയല്ലേ, എല്ലാവരും ഒരുമിച്ച് കൂടിയുള്ള ഒരു കൂട്ടായ്മ. അതുകൊണ്ടാണ് 3 കാര്യങ്ങൾ വിലമതിക്കാനാകാത്തതാണ്. ഒന്ന്, വഹിയ അൽഖാഉ ഫില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കുന്ന സഹോദര്യം അത് എക്കാലവും വിലമതിക്കാനാകാത്തതാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. 2, വൽ മർഅതു സാലിഹാ അൽ അലീഫാ തുഈനുഹു ഫീ ദീനില്ലാഹ്, ദീനിന്റെ പേരിൽ ഭർത്താവിനെ സ്നേഹിക്കുന്ന സദ്വൃത്തയായ സ്നേഹനിധിയായ ഒരു തരുണിയുണ്ടോ, ഒരു ഭാര്യയുണ്ടോ, ഒരു സഹധർമ്മിണിയുണ്ടോ, അവൾ എക്കാലവും ലോകത്തിന് അഭിമാനമാണ്, അലങ്കാരമാണ്, വിലമതിക്കാനാവാത്ത മുത്താണെന്ന് ലോകൈക നേതാവ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ മർഅത്തു സാലിഹത്തുൽ അലീഫ, അലീഫ അൽഫ് ഉൽഫത്ത് ഇൽഫത്ത്, അതായത് അലിഫിന്റെ അർത്ഥം സ്നേഹം, ഉൽഫത്ത് സ്നേഹം, ആ ഒരു സാഹോദര്യം. അതാണ് ഈ അലിഫ് എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെ അർത്ഥം വെക്കണം. ഉൽഫത്ത് ഇൽഫത്ത്, യോജിപ്പിക്കുക, സ്നേഹിക്കുക, സംഘടിക്കുക, സാഹോദര്യം വളർത്തുക, അതാണ് ഇതിന്റെ അർത്ഥം. അത് നമ്മൾ മനസ്സിലാക്കണം. അലീഫ, അലീഫയായ ഒരു പെണ്ണിനെയാണ് വേണ്ടത്. സ്നേഹനിധിയായ ഭാര്യ, രാത്രി ഉറക്കുമ്പോൾ കഴുത്തറുത്തോണ്ട് പോകുന്ന സാധനമല്ല. അപ്പൊ സ്നേഹനിധിയായ ഒരു ഭാര്യയാണ് വേണ്ടത്. മനസ്സിലായില്ലേ? അപ്പൊ ഉറങ്ങുമ്പോ ഒക്കെ സൂക്ഷിക്കണം അല്ലേ. ഭാര്യ മാത്രമല്ല കഴുത്തറ, നമ്മൾ ഭാര്യയുടെയും കഴുത്തിറക്കുന്നില്ലേ, അങ്ങോട്ടും ഉണ്ടല്ലോ. ഭാര്യ മാത്രം കഴുത്തിറക്കുക, നമ്മളത് കാണിച്ചു കൊടുത്തത്, ആദ്യം അറുത്ത് കൊടുത്തത്, ആദ്യം ഭർത്താക്കന്മാരെ അറുത്ത് കാണിച്ചത്. അപ്പോൾ അവളും പഠിച്ചു. ഇനി ഞാനും ഉണ്ടായിരുന്നിട്ട് കാര്യമില്ല, ഞാനും അറക്കാൻ തുടങ്ങിയിരിക്കാൻ. കൂടുതലും ഭർത്താക്കന്മാർ ഇറക്കുന്ന പെണ്ണിന്റെ താലിയാണ്, അത് അറുത്ത് മാറ്റിക്കൊണ്ട് പോവാ, പൊട്ടിച്ച് മാറ്റാണ്. അങ്ങനെയാണ് ആദ്യം പഠിപ്പിച്ചത്. എന്തുമാകട്ടെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, അള്ളാഹു മനസ്സിലാക്കട്ടെ, സ്വാലിഹത്തായ ഒരു പെണ്ണ്, അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു അഭിമാനം. അതൊക്കെ ഒരുപാടുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ സൗകര്യം പോലെ നമുക്ക് പറയാം. അതൊക്കെ അള്ളാഹു തൗഫീഖ് തരട്ടെ. അതൊക്കെ ഒരു സൗകര്യം പോലെ, അതൊക്കെ വിഷയം വേറെയാണ്. സ്വാലിഹത്തായ അലീഫത്തായ സ്നേഹം, ഭാര്യ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഭാര്യ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഭാര്യ എന്ന് പറഞ്ഞാൽ അതൊരു ഭാരമാകരുത്, അത് നമുക്കുള്ള ഒരു സ്നേഹനിധിയായിരിക്കണം. എപ്പോഴും ഭർത്താവ് എന്ന് പറഞ്ഞാൽ ആ ഭർത്താവിൻ്റെ മഹത്വം എന്തെന്ന് മനസ്സിലാക്കുന്ന ഒരു പെണ്ണായിരിക്കണം. അതാണ് ഭാര്യ. അങ്ങനെയുള്ളവളായിരിക്കണം. അതിനൊക്കെ ചില കാരണങ്ങളും കടമകളും ചില അടയാളങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പോകട്ടെ. അതൊക്കെ ഇനി ഇടയ്ക്ക് വെച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മക്കൊക്കെ ഭാര്യ ഉണ്ടല്ലോ. ഇനി പുതിയ തലമുറകൾ ഇരിപ്പുണ്ട്, അവരൊക്കെ പിന്നെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അതും പറഞ്ഞിട്ട് കാര്യമില്ല. ബുക്ക് ചെയ്യാത്ത പുതിയ രജിസ്ട്രേഷൻ വല്ല ഉണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ചില അതിഥികളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അതിപ്പോ ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല, പോട്ടെ. എന്തായാലും അള്ളാന്റെ ദീനിൽ സഹായിക്കുന്ന സാലിഹത്തായ പെണ്ണ്, ഇതും വിലമതിക്കാനാവാത്തതാണ്. 3 നമ്മുടെ വിഷയം. വഴികാട്ടിയായ മകൻ വിലമതിക്കാനാകാത്ത അമൂല്യനിധിയാണ്. വഴികാട്ടിയായ മകൻ, വാപ്പ പറയുന്ന അതേ വഴി. വാപ്പയെ കണ്ടാൽ എഴുന്നേക്കും, ഉമ്മയെ കണ്ടാൽ ആദരിക്കും, ബഹുമാനിക്കും. വാപ്പയുടെ ഉമ്മയുടെ മുഖത്ത് നോക്കി കൂടുതൽ ഒച്ചയിട്ട് സംസാരിക്കൂല, വിരൽ ചൂണ്ടി സംസാരിക്കൂല. വാപ്പ പറയുന്നത് പോലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകും, ഉമ്മ പറയുന്നത് അനുസരിക്കും. അങ്ങനെയുള്ള നല്ല മകൻ, വൽവലദുർ റഷീദ്, വഴികാട്ടിയായ മകൻ. ആ മകൻ എക്കാലവും അമൂല്യനിധിയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. എക്കാലവും നമുക്ക് ഗുണപ്പെടും. അതില്ലാത്തതോ പോയി. അതുകൊണ്ടാണ് ചെറുപ്പത്തിനെ വളർത്തിയെടുക്കുമ്പോൾ അതബോടെ വളർത്തിയെടുക്കണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. 6 വയസ്സാകുമ്പോൾ കുട്ടിയെ മര്യാദ പഠിപ്പിക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ബിസ്മി ചൊല്ലിയിട്ടാണോ നീ വെള്ളം കുടിച്ചത്? ഉമ്മ ചോദിക്കണം. ഉമ്മ ബിസ്മി ചൊല്ലിയിട്ട് വർഷം എത്രയായി വെള്ളം കുടിക്കാൻ നേരത്ത്? പിന്നെ എങ്ങനെ മോൻ ചൊല്ലുക? ഉമ്മയും ഉപ്പയും ഭക്ഷണം കഴിക്കാൻ നേരത്ത് ബിസ്മി ചൊല്ലിയിട്ട് വർഷങ്ങളായി. പിന്നെ മകൻ എങ്ങനെ ബിസ്മി ചൊല്ലും? നിന്ന് തിന്നരുത്, മുറുവത്ത് നഷ്ടപ്പെടും. നടന്ന് തിന്നരുത്, മുറുവത്ത് നഷ്ടപ്പെടും. അങ്ങ് നഷ്ടപ്പെട്ടു പോകും. നമ്മുടെ ജീവിതത്തിൽ ബർക്കത്തില്ലായ്മയുടെ കാരണങ്ങൾ ഇതൊക്കെയാണ്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തറയിൽ ഭക്ഷണം വീഴരുത്. ഭക്ഷണം കഴിക്കുമ്പോൾ കാല് ചെരുപ്പിൽ നിന്ന് ചെരുപ്പ് ഊരണം. ചെരുപ്പ് ഊരിയിട്ട് കഴിക്കണം. മുൻഭാഗത്ത് നിന്ന് കഴിക്കണം. ബിസ്മി ചൊല്ലി കഴിക്കണം.
നടുക്കുന്ന അളിച്ചു വാരി ഇളക്കി മറിച്ച് കഴിക്കരുത്. JCB വന്ന് കുത്തി ഇളക്കുന്നത് പോലെ എല്ലാം കൂടെ ആ മട്ടനൊഴി, ഈ ചിക്കനൊഴി, ആ പരിപ്പൊഴി, ഈ മോരൊഴി എല്ലാം കൂടെ പുഷ്ക് എന്നിട്ടിട്ട് മിക്സിക്കകത്തിട്ട് അടയ്ക്കുന്ന പോലെ അടിച്ചിട്ട് ഒരു അടി അടിക്കൽ തന്നെ അത് പോയി. അതോടെ എന്റെ ബർക്കത്തെ നഷ്ടപ്പെട്ടു. അത് പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുൻഭാഗത്ത് നിന്ന് കഴിക്കണം, വലത് കൈ കൊണ്ട് കഴിക്കണം, ബിസ്മി ചൊല്ലി കഴിക്കണം, ഇടയ്ക്കിടയ്ക്ക് അല്ലാഹുവെ ശുക്ർ ചെയ്യണം. വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കരുത്, ഒന്നേ ആദ്യം കുടിക്കണം അല്ലെങ്കിൽ അവസാനം കുടിക്കണം. ഇതൊക്കെ ഹബീബ റസൂലുള്ളാഹി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചപ്പോഴല്ലേ, ഇപ്പോഴല്ലേ ശാസ്ത്രജ്ഞന്മാർ ഇതൊക്കെ പഠിപ്പിച്ചിരുന്നത്. വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കാൻ പാടില്ല, ഒന്നേ തുടക്കത്തിൽ കുടിക്കണം അല്ലെങ്കിൽ ഒടുക്കത്തിൽ കുടിക്കണം. റസൂലുള്ള പറഞ്ഞതിന് ശേഷം ഇവർ പറയുന്നത് നമ്മൾ മനസ്സിലാക്കിക്കോ. അതേപോലെ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, പെണ്ണുങ്ങളെ, സഹോദരിമാരെ, നിങ്ങൾ ഭക്ഷണ സാധനം തുറന്നു വെക്കല്ലേ. ഹബീബുനാ റസൂലുള്ളാഹി വീടിന്റെ വാതിൽ തുറന്നിടരുത്. ഹബീബുനാ റസൂലുള്ളാഹി വെള്ളത്തിന്റെ പാത്രം നിങ്ങൾ മൂടി വെക്കണേ. ഹബീബുനാ റസൂലുള്ളാഹി വഅഖ്ഫിതു സിബിയാനകും ഇൻദൽ മസാ, സന്ധ്യാസമയമായാൽ കുട്ടികളെയും കൊണ്ട് പെണ്ണുങ്ങളെ നിങ്ങൾ വെളിയിൽ പോകരുതേ. ലോകത്തിന്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ. സന്ധ്യാസമയത്ത് കുട്ടികളെ വെളിയിൽ ഇറക്കാൻ പാടില്ല. കാരണം എന്താ? ഫൈനലിൽ ജിന്നി ഇന്തിശാറൻ വഖത്ഫാ, ജിന്നുകൾ എന്ന് പറയുന്ന ഭൂതവർഗത്തിന് ഒരു വിഹരിപ്പിന്റെ സമയമാണ് ആ സന്ധ്യാസമയം. ആ സമയത്ത് നിങ്ങൾ കുട്ടികളെയും കൊണ്ട് വെളിയിലിറക്കരുത്. അങ്ങനെ ഇറക്കിയാൽ ആ പിശാചിന്റെ ശർറ് ഈ കുട്ടികൾക്ക് ഏൽക്കാം. പിന്നെ രാത്രി ഉറങ്ങൂല, രാത്രി കിടന്ന് കരച്ചില്, രാത്രി ഞെട്ടി ഉണരല്, പിന്നെ വിളിക്കല്, പിന്നെ കൂവല്, പിന്നെ ഉസ്താദിനെ കൊണ്ടുപോകല്, പിന്നെ ഉസ്താദിനെ വിളിക്കാൻ നിൽക്കല്, ആകെ ഇടങ്ങേറാകും. അതിന്റെ കാരണം എന്ത്? സന്ധ്യാസമയത്ത് കുട്ടികളെ വെളിയിൽ ഇറക്കാൻ പാടില്ല. ഹദീസാണ്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ ഗ്യാസ് സിലിണ്ടർ നിങ്ങൾ ഓഫ് ചെയ്യണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഗ്യാസ് സിലിണ്ടറിന്റെ അഡാപ്റ്റർ ഓഫ് ആക്കണമെന്ന് പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ രാത്രി ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് നിങ്ങളുടെ അടുപ്പിലെ തീയെല്ലാം നിങ്ങൾ ഓഫാക്കിയിട്ട് അതൊക്കെ അണച്ചിട്ട് കെടുത്തിയിട്ട് കിടക്കണമെന്ന് നബി റസൂലുള്ളാഹി ഞങ്ങൾ പറഞ്ഞു. എന്തിനാണ്? ഫൈനൽ ഫുവൈസിഖാ റുബ്ബമജ്തറത്തിൽ ഫതീലാ ഫഅഹറഖത് അഹ്ലൽ ബൈത്ത്. വികൃതകാരിയായ ചുണ്ടലയിൽ നിന്ന് ഒരുപാട് ആപത്തുകൾ നിങ്ങൾക്കുണ്ടായേക്കാം. അതുകൊണ്ട് നിങ്ങൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ വിളക്ക് കെടുത്തിയിട്ട് അടുപ്പിലെ തീ കെടുത്തിയിട്ട് ഉറങ്ങണേ. ചുണ്ടലി പരത്തുന്ന രോഗങ്ങൾ എന്തെല്ലാവാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതൊക്കെ പറഞ്ഞല്ലേ ഇല്ലേ? പിന്നെ എലിപ്പനി, പന്നിപ്പനി, തക്കാളിപ്പനി, വെണ്ടയ്ക്കാപ്പനി, വഴുതനങ്ങാപ്പനി, ഏതെല്ലാം സൈസിലെ പനിയാ? നിപ്പ വൈറസ് പനി ഇല്ലയപ്പ, ഏതെല്ലാം പനികളാണ് ഹബീബായ തങ്ങൾ നേരത്തെ പറഞ്ഞതാ ഇതൊക്കെ കേട്ടോ. നബി തങ്ങൾ പറഞ്ഞ ഇതെല്ലാം ഈ ചുണ്ടലി പരത്തുന്ന രോഗങ്ങളെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു. അതുകൊണ്ട് നിങ്ങളത് സൂക്ഷിക്കണം. എന്നിട്ട് അള്ളാഹു റസൂൽ പറഞ്ഞ എന്താ? നിങ്ങളുടെ വീടും പരിസരവും മുറ്റവും പാത്രങ്ങളും നിങ്ങൾ വൃത്തിയായി സൂക്ഷിക്കണേ. വീടൊക്കെ പോയി ശുദ്ധിയാക്കണം, ബാത്റൂം വൃത്തിയാക്കണം, നമ്മുടെ ബെഡ് വൃത്തിയാക്കണം, ബെഡ്ഷീറ്റ് വൃത്തിയാക്കണം, ഇതൊക്കെ നമ്മൾ വൃത്തിയാക്കണം. നമ്മുടെയൊക്കെ ബാത്റൂമിൽ കിടക്കുന്ന പിന്നെ ആ ചെരുപ്പില്ലേ, എത്ര വർഷമായി വാങ്ങിയിട്ടിട്ട് മാർബിളി ചവിട്ടിയതുപോലെ അതിനകത്ത് കയറിയ തെന്നി അങ്ങോട്ട് പോകും. മുഴുവൻ പേരുടെ അഴുക്കും ആ ചെരുപ്പിലുണ്ട്. ഇന്ന് ബാത്റൂമിൽ പോകുമ്പോൾ ഒന്ന് പരിശോധിച്ച് നോക്ക്. ഇടയ്ക്കിടയ്ക്ക് ചെരുപ്പ് മാറ്റണം, അസുഖങ്ങൾ പിടിക്കും. ബാത്റൂമിലെ ചെരുപ്പ്, പുതിയ ചെരുപ്പ് വാങ്ങിക്കണം, അല്ലെങ്കിൽ അത് കഴുകി വൃത്തിയാക്കണം. ബാത്റൂമിൻ്റെ ക്ലോസറ്റ് എപ്പോഴും വൃത്തിയാക്കണം. ബാത്റൂമും പരിസരമൊക്കെ വൃത്തിയാക്കണം. പള്ളിയുടെ ബാത്റൂമും പരിസരങ്ങളും വൃത്തിയാക്കണം. എപ്പോഴും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ബെഡ്ഷീറ്റ് കുടഞ്ഞിട്ട് കിടക്കണം. പാമ്പ് കയറിയിരിക്കും. എത്ര കുട്ടികളെയാ രാത്രി പാമ്പ് കടിച്ച് മരിച്ചത്? ഹബീബായ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആ ബെഡ്ഷീറ്റ് കുടഞ്ഞിട്ട് വേണം കിടക്കാൻ. ഇതൊക്കെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലേ. ശ്രദ്ധിക്കാതെ പാമ്പ് കടിച്ചതിന് ഇപ്പം നബി തങ്ങളെ കുറ്റം പറയാൻ പറ്റുമോ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ നമ്മൾ കേട്ടില്ല, പഠിച്ചിട്ടില്ല.
ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങൾ രാത്രി ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോ നിങ്ങൾ ഭക്ഷണത്തിന്റെ പാത്രങ്ങൾ മുഴുവനും മൂടി വെക്കണേ. എല്ലാം മൂടി അടച്ച് വൃത്തിയാക്കി ഇവിടെ വെക്കാം, ഒന്നും തുറന്നു വെക്കാൻ പാടില്ല. ഇനി അടപ്പ് കിട്ടിയില്ലെങ്കിൽ ഒരു വടിയെടുത്ത് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ് അതിന്റെ മുകളിൽ വെച്ചിട്ട് കിടക്കണമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാത്രി മോട്ടോർ ഓഫ് ചെയ്തിട്ട് കിടക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ ടാപ്പുകളെല്ലാം നിങ്ങൾ അടച്ചിട്ട് കിടക്കാവൂ. അതും ഹബീബായ തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ എന്ത് വേണം? അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാതാപിതാക്കൾക്ക് നൽകുന്ന ഉപദേശങ്ങളാണ്. ഫൈദാ ബലഗ 9 സിനീൻ, 9 വയസ്സായി കഴിഞ്ഞാൽ തന്റെ കുട്ടികളെ നിങ്ങളുടെ ബെഡ്റൂമിൽ നിന്ന് മാറ്റി കിടത്തണേ. റുസില ഫിറാഷുഹു, പെൺകുട്ടിയാണെങ്കിൽ ഉപ്പാന്റെ മുറിയിൽ നിന്ന് മാറ്റി കിടത്തണേ. ആൺകുട്ടിയാണെങ്കിൽ ഉമ്മാന്റെ മുറിയിൽ നിന്ന് മാറ്റി കിടത്തണേ. നബിയുന റസൂലുള്ളാഹി 9 വയസ്സായ കുട്ടി 9 വയസ്സായി കഴിഞ്ഞാൽ പെൺകുട്ടിയെ ഉപ്പാന്റെ മുറിയിൽ നിന്ന് മാറ്റി കിടത്തണം, ഉമ്മാന്റെ മുറിയിൽ നിന്ന് ആൺകുട്ടിയെ മാറ്റി കിടത്തണം. എൻ്റെ കുട്ടിയാണ്, എൻ്റെ കുട്ടിയില്ലാതെ ഞാൻ ഉറങ്ങൂല എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. മാതാപിതാക്കളും തമ്മിലുള്ള ലൈംഗിക ബന്ധങ്ങൾ, പിന്നെ മക്കളും മാതാക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ, ലൈംഗിക ബന്ധങ്ങൾ ഇഷ്ടം പോലെ പത്രത്തിൽ ഇന്നും വരുന്നുണ്ട്. എന്തിനാ വെറുതെ അതൊക്കെ നമ്മൾ പറയുന്നത്? ഹബീബുന റസൂലുള്ളാഹി തങ്ങൾ 1000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, അത് യാഥാർത്ഥ്യമായി വേണമെങ്കിൽ നിങ്ങൾ സ്വീകരിക്കാം, അവരെ മാറ്റിക്കിടത്തണം. വാപ്പായും ഉമ്മയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാപ്പയും ഉമ്മയും ബെഡ്റൂമിൽ കിടക്കുമ്പോൾ, ഭാര്യയും ഭർത്താവും ബെഡ്റൂമിൽ കിടക്കുമ്പോൾ 3 സമയങ്ങളിൽ നിങ്ങളുടെ മക്കളെ റൂമിലേക്ക് പ്രവേശിപ്പിക്കരുത്. ഒന്ന്, രാത്രി ഇശ കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കുമ്പോൾ കുട്ടികളെ, വകതിരിവില്ലാത്ത കുട്ടികളെ കൊണ്ടുപോയി ഒരു മുറിയിലിട്ട് പൂട്ടുക, അവിടെ കിടത്തുക. കാരണം അല്ലെങ്കിൽ അവൻ പൂട്ട് പൊട്ടിച്ചിട്ട് ഇറങ്ങി വരും. അതിനാ പറഞ്ഞ പൂട്ടിയിടാൻ. ഇന്നത്തെ കാലമൊക്കെ അങ്ങനെയാണ്. കുട്ടികളൊന്നും നമ്മുടെ അടുത്ത് മാതാപിതാക്കളോടൊപ്പം ഈ കുട്ടിയെ കിടത്തി ഉറക്കി നോക്കുക. 6 വയസ്സിന് 7 വയസ്സ് ഉറങ്ങൂല. രാത്രിയാകുമ്പോൾ ഇങ്ങനെ നോക്കും, എന്താ ഇപ്പം ഇവരൊരു അനക്കം അവിടെ, എന്താ ഒരു അനക്കം. എന്നിട്ട് പിറ്റേ ദിവസം പോയിട്ട് LKG UKG പോയിട്ട് പറയും, നിങ്ങളുടെ ഉപ്പ ഡാൻസ്, ഞങ്ങളുടെ ഉപ്പമാരല്ലേ ഡാൻസാ രാത്രിയൊക്കെ, അല്ല ഡാൻസ് ഇട്ട് കുട്ടികളുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അള്ളാന്റെ റസൂലിനെ എതിര് പ്രവർത്തിച്ചുകൊണ്ടല്ലേ ഈ കുട്ടികൾക്ക് വല്ല പാവം, അവർക്കൊന്നും അറിയില്ല. എൻ്റെ ഒരു കുട്ടി പറഞ്ഞാണ്, വീട്ടിൽ തന്നെ പറയാണ്, ഈ വാപ്പ ഉമ്മാന്റെ മേലിൽ കാലെടുത്ത് വെച്ചിട്ടാ കിടന്ന് ഉറങ്ങാന്ന്. എന്താ പറയാ, കൊച്ചുകുട്ടിയാണ്, പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഹബീബ റസൂലുള്ളാഹി തങ്ങളും പറഞ്ഞു, അള്ളാഹുവും പറഞ്ഞു, രാത്രി നിങ്ങൾ ഉറങ്ങുമ്പോൾ കുട്ടികളെ ആ ബെഡ്റൂമിൽ കിടത്തരുത്. യാ അയ്യുഹല്ലദീന ആമനൂ ലിയസ്തഅദിൻകുമുൽ ലദീന മലകത അയ്മാനുകും വല്ലദീന ലം യബ്ലുഗുൽ ഹുൽമ മിൻകും 3 മററാത്ത് മിൻ ഖബ്ലി സ്വലാത്തിൽ ഫജ്ർ വഹീന തളഊന സിയാബകും മിനൽ ളഹീറ വമിൻ ബഅദി സ്വലാത്തിൽ ഇശാ 3 ഔറാത്തിൽ ലക്കും. സൂറത്തുൻ നൂർ 3 സമയം നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ബെഡ്റൂമിൽ പ്രവേശിപ്പിക്കരുത്. 1, രാത്രി ഇശ കഴിഞ്ഞ് ഉറങ്ങുമ്പോൾ. 2, ഉച്ചയ്ക്ക് മധ്യാഹ്നം റെസ്റ്റ് എടുക്കുന്ന സമയം. 3, സുബഹി കഴിഞ്ഞുള്ള സമയം. ഈ 3 സമയങ്ങൾ നിങ്ങളുടെ റൂമിൽ, നിങ്ങളുടെ പ്രൈവറ്റ് റൂമിൽ വകതിരിവുള്ള കുട്ടികളെ പ്രവേശിപ്പിക്കരുതേ. പരിശുദ്ധമായ ഖുർആൻ. ഫൈദാ ബലഗ 16 സന, 16 വയസ്സായി കഴിഞ്ഞാൽ സവ്വജഹു അബൂഹു, വാപ്പ അവർക്കൊരു വിവാഹം കഴിപ്പിച്ചു കൊടുക്കണേ. ഹബീബുനാ റസൂലുള്ളാഹി. ഇന്ത്യൻ നിയമം അനുസരിച്ച് എതിരാണ്. 16 വയസ്സിൽ വിവാഹം കഴിച്ചു കൊടുക്കാൻ പറ്റൂല. പക്ഷേ മലപ്പുറം ജില്ലയിലൊക്കെ പണ്ടൊക്കെ 16 വയസ്സിന് വിവാഹം കഴിപ്പിച്ചു കൊടുത്തിരുന്നു, അല്ലേ? നിങ്ങളൊക്കെ അന്ന് അങ്ങനെയല്ല കല്യാണം കഴിച്ചത് ആയിരിക്കാം. പണ്ടൊക്കെ അങ്ങനെയാണ്, 16 വയസ്സ് 15 വയസ്സ്. ഇപ്പം പറ്റൂല. ഇന്ത്യൻ നിയമം അനുസരിച്ച് 18 വയസ്സ് പെണ്ണ്, ആണിന് 21 വയസ്സ്. ശരി, ആ 18 വയസ്സാകുമ്പോൾ അങ്ങോട്ട് കെട്ടിച്ചു കൊടുത്തോ, പിന്നെ പഠിപ്പിച്ചോ. പഠിപ്പിക്കേണ്ടെന്നാരും പറയുന്നില്ല, പഠിപ്പിച്ചോട്ടെ. അത് പിന്നെ ഭർത്താവ് പോയി പഠിപ്പിക്കട്ടെ, ഇല്ലേ? പിന്നെ വാപ്പ പഠിപ്പിച്ചിട്ട് കെട്ടിക്കാൻ നിന്ന വാപ്പ കെട്ടിക്കാനും നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ, തന്നെ പഠിച്ചങ്ങ് പോയിക്കോളും. ഇപ്പൊ നടക്കുന്ന സംഭവമൊക്കെ അതാണ്. അപ്പൊ വാപ്പാക്കൊരു വലിയ ആഗ്രഹമുണ്ട്, എൻ്റെ മകളെ ഒന്ന് റാഹത്തായിട്ട് കല്യാണം കഴിപ്പിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ നീയത്തുണ്ടെങ്കിൽ 18 കലണ്ടറിൽ അടിച്ചാൽ ബിസ്മിയും പറഞ്ഞ് ആരുടെയെങ്കിലും കയ്യിൽ കൊടുക്കുക. പിന്നെ നിങ്ങളുടെ നാട്ടിലൊരു പരിപാടി ഉണ്ട്, നിക്കാഹ് വേറെ കാനോത്ത് വേറെ, ഇല്ലേ? അങ്ങനെയല്ലേ അബീബ? കാനോത്ത് നിക്കാഹ് ഒന്നാണോ? രണ്ടും ഒന്ന് തന്നെ. അപ്പൊ പിന്നെ കല്യാണം വേറെയാ?
കാനത്തോ അതായി പറഞ്ഞത്. പിന്നെന്ത് ഞാൻ പറഞ്ഞ അങ്ങനെ തന്നെയാണ്. ഇത് കല്യാണം കഴിപ്പിച്ച് നിക്കാഹ് കഴിപ്പിച്ചിട്ട് അപ്പോഴേ കൈക്ക് കൊടുക്കൂലല്ലോ അല്ലേ? ഇല്ല, പിന്നെ 3 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അങ്ങനെ ഉണ്ട്. അല്ലാത്ത നിക്കാഹ് മാത്രം അഡ്വാൻസ് കൊടുത്തിട്ട് നിർത്തും, ഒളിച്ചോടി പോകാതിരിക്കാൻ. ചിലപ്പം വേറൊരു വിഷയമുണ്ട് ഈ വിഷയത്തിൽ. ഇപ്പം ഹലാലാക്കിയല്ലോ, അപ്പൊ ഇവർ തമ്മിൽ പിന്നെ ഫോൺ വിളി തുടങ്ങും. ഫോൺ വിളിക്കുമ്പോൾ 3-6 മാസം കൊണ്ട് ഇവളുടെ സ്വഭാവം ഇവനും മനസ്സിലാക്കും, അവന്റെ സ്വഭാവം ഇവളും മനസ്സിലാക്കും. നമ്മൾ യോജിക്കൂല, അത് അഫറാക്കും ബൈനിയ ബൈനക്കും തലാക്കിയല്ലോ, യാ അല്ലാഹ് വിട്ടേക്കാം. അതൊരു പ്രശ്നമാണ്. അതൊരു പ്രശ്നമാണ്. ആണോ? അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ സംസാരിക്കാൻ ഫ്രീഡം ആയല്ലോ, കല്യാണം കഴിപ്പിച്ചു കൊടുത്തല്ലോ, നിക്കാഹ് കഴിച്ചു, ഹലാലായി. പിന്നെ ഫോൺ വിളിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്വരച്ചേർച്ച പ്രശ്നം ഉണ്ടാകും. ഫോൺ വിളിക്കൊക്കെ സംസാരിക്കുക വെച്ചുമ്പോൾ ദേഷ്യപ്പെടും. അങ്ങനെയൊക്കെ ദേഷ്യപ്പെടുന്ന സമയത്ത് എന്താവും സംഭവിക്കുക? ഓഹോ, നീ ഞാനും പറ്റുകയില്ല. ഇപ്പൊ ഞങ്ങളുടെ അവിടെ ഒരാഴ്ച ഒരു കടപ്പുറത്ത് പോയി. ഏത് അങ്ങനെ ഫോൺ കൊടുക്കുക. അത് തന്നെ ഈ ഫോൺ കൊടുക്കുന്ന മിഠായി കൊടുത്ത് ഉറപ്പിക്കല. അത് പറ്റില്ല. പെണ്ണുങ്ങളെ ഒരു കാരണവശാലും ഫോൺ വിളിക്കൽ നിക്കാഹ് ചെയ്യാതെ അനുവദനീയല്ല. മിഠായി കൊടുക്കൽ വായിൽ വെച്ച് കൊടുക്കുക, അതുകൊണ്ട് പെട്ടിയോട് കൊണ്ട് കൊടുക്കുക. അതന്നെ അങ്ങനെ കൊടുക്കില്ല. അത് ആളുകൾ ഉള്ളത് കൊണ്ടാണ് മൊത്തത്തിൽ കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ അവൻ വായിൽ തന്നെ വെച്ച് കൊടുത്തേനെ. എൻ്റെ അവൻ അതിനോടൊരു ചാൻസ് നോക്കി അടക്കുകയാണ് സംഭവം. ഇന്നത്തെ സാഹചര്യം അങ്ങനെ തന്നെയാണ്. എന്തിനാ മിഠായി കൊണ്ട് കൊടുക്കാൻ പോകുന്നത്? കൊട്ടയും മിഠായി ഒക്കെ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അതൊക്കെ എന്തിനു കൊടുക്കാൻ പോകുന്നത്? കല്യാണം കഴിച്ചിട്ട് നീ വായിൽ വെച്ച് കൊടുക്കണമെന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. കല്യാണം കഴിച്ചിട്ട് അതിന് മുമ്പ് നീ കൊടുക്കാൻ നിൽക്കണ്ട. അതിന് മുമ്പ് നീ കൊട്ടൊന്നും കൊടുക്കാൻ നിൽക്കണ്ട. പെണ്ണിനെ കാണാൻ ഇസ്ലാം പഠിപ്പിക്കുന്നു. അവളെ നേരിട്ട് വിളിച്ച് അടുത്തിരുത്തി വിരലേക്ക് ഇങ്ങനെ വെക്കാൻ പറയണം. ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും ഇവളുടെ സ്വഭാവം എങ്ങനെ ഉണ്ടെന്ന്, അവളുടെ ശരീരത്തിന്റെ ഘടന എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ പറ്റും. പണ്ട് ഷാഫി മതം അനുസരിച്ചൊരു നിയമമുണ്ട്. ഒരു പെണ്ണിന്റെ വാപ്പാട് അനുവാദത്തോടുകൂടി കൈവിരൽ പിടിച്ചിട്ട് ഒന്ന് അമർത്തി നോക്കാം എന്നൊരു അനുവാദം. ഒന്ന് അമർത്തി ഇങ്ങനെ നോക്കാം ആ പെണ്ണിന്റെ കൈ. അപ്പൊ അതിൽ നല്ല സ്പോഞ്ച് പോലെ ആണെങ്കിൽ ഓളുടെ മനസ്സും അങ്ങനെ തന്നെയാണ്. ഇല്ല എങ്കിൽ 4 മക്കളാകുമ്പോൾ നിന്റെ കഴുത്ത് വെട്ടുന്ന സാധനമാണെന്ന് മനസ്സിലാവും. അതങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അതൊരു ജദീദായ കൗലാണ്. അതൊന്നും ഇപ്പം നിങ്ങൾ അനുവർത്തിക്കാൻ നിൽക്കണ്ട കേട്ടോ. അതൊക്കെ അപ്പം പിന്നെ പെണ്ണ് കാണൽ കൂടും. ഓരോ പെണ്ണുങ്ങളുടെ കൈ പിടിച്ച് നിൽക്കാൻ തുടങ്ങും. പിന്നെ അവസാനം അതാര് പറഞ്ഞു? അതിനിപ്പോൾ EP പറഞ്ഞ് പെണ്ണുങ്ങളുടെ കൈക്ക് പിടിച്ച് വെക്കാനുള്ള അനുവാദം കിട്ടി ഇല്ലേ? ഇപ്പൊ നമുക്ക് പുതിയതായിട്ടൊരു പെണ്ണെട്ടാൻ തോന്നും അല്ലേ? ഒരു ബൂതി വരും. നമുക്കൂടെ എന്നാ ഒന്ന് പോയി നോക്കിയാലോ? ഇങ്ങനെയൊക്കെ ഒരു നിയമമൊക്കെ നേരത്തെ പറയേണ്ട മൊഴിയാരെ. ഇപ്പോഴാ പറയാ ഇതൊക്കെ. നമ്മൾ എത്ര എണ്ണത്തിനെ പോയിട്ട് പബ്സിൽ നിൽക്കുന്ന പോലെ നിൽക്കാനെ. അതൊന്നും വേണ്ട. അതൊക്കെ ഒരു നിയമങ്ങളുണ്ട്. അത് പെണ്ണിന്റെ വാപ്പാന്റെ മധ്യത്തിലൊക്കെ വെച്ച് അടുത്ത് വെച്ചൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ. ഒരു പെണ്ണ് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ പോയി നോക്കിയിട്ട് എന്താ പഠിച്ചേ? നമ്മൾ അങ്ങോട്ട് ചോദിക്കും. ഇപ്പൊ ഈ അടുത്ത സമയത്ത് ഒരു വാട്സപ്പിൽ വന്നു, പെണ്ണ് ഇങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി. ഓൻ അപ്പോഴത്തേക്ക് പെണ്ണും കെട്ടണ്ട, ഒന്നും വേണ്ട, ആ കോലത്തിലായി. അത് കൊള്ളാം, അങ്ങനെ വേണം. അവളും കൂടെ ഇങ്ങോട്ട് ചോദിക്കണം, നീ എന്താ പഠിച്ചത്, നിനക്ക് എന്താ അറിയാം, കുറച്ച് ഇംഗ്ലീഷിൽ 2-3 വാക്കും വേർഡുകളൊക്കെ ചോദിക്കണം. ഇതുമായിട്ട് വല്ല ബന്ധമുണ്ടോ എന്നൊക്കെ അറിയാനും പറ്റുമല്ലോ. അതൊക്കെ അറിയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് കല്യാണം കഴിച്ച കൈയോട് അങ്ങോട്ട് പറഞ്ഞു വിടല ഹയർ. ഇല്ലെങ്കിൽ പിന്നെ പകുതിയിൽ വെച്ച് ഇവിടുന്ന് നമ്മൾ തൃശ്ശൂരൊക്കെ ടിക്കറ്റ് എടുത്തിട്ട് വളാഞ്ചേരി ഇറങ്ങേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നേരത്തെ എന്ത് ചെയ്യുക, ഏർപ്പാട് ചെയ്ത് കയ്യിൽ കൊടുക്കുക. അതായിരിക്കും ഏറ്റവും ഹയർ. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ അങ്ങനെയാണ് സംഭവിക്കൊണ്ടിരിക്കുന്നത്. ഈ മലപ്പുറം ജില്ല, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഈ ജില്ലയിലാണ് അഡ്വാൻസ് ബുക്കിംഗ് മാരേജ് അല്ലേ? ഗൾഫിൽ പിന്നെ പാശ്ചാത്യ നാടുകളിൽ ചില മാരേജ് ഉണ്ട്. പാശ്ചാത്യ കോൺട്രാക്ട് മാരേജ്, കുറഞ്ഞ ദിവസത്തേക്ക് കല്യാണം കഴിക്കുന്ന ഒരു സിസ്റ്റം. അത് മുത്തഅത്തു നിക്കാഹ് എന്ന അറബിയിൽ പറയുന്നത്. ഒരു 4 മാസത്തേക്ക് 5 മാസത്തേക്ക്. ഹൈദരാബാദിൽ പോയാൽ ഇപ്പോഴും ഉണ്ട് ആ കല്യാണം കഴിപ്പിച്ചു കൊടുത്തിട്ട് അവനെ കൊണ്ട് തലാക്കി ഒല്ലിപ്പിച്ചിട്ട് ആ പെണ്ണിനെ ഏൽപ്പിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ തലാക്കി ഇല്ലായിരുന്നാലോ. നേരത്തെ നിലമ്പൂരുണ്ടായിരുന്നു മൈസൂർ കല്യാണം. അത് തന്നെ പണ്ട്. അത് ഹറാമാണ്. അത് കോൺട്രാക്ട് മാരേജ് എന്നാണ്. അത് പാശ്ചാത്യ നാടുകളിലുള്ളതാണ്. വേറെ ഒരു കല്യാണം ഉണ്ട്, ട്രയൽ മാരേജ്. ട്രയൽ ചെയ്ത് നോക്കാം. ആദ്യം 1 മാസം എങ്ങനെ ഉണ്ടോ നോക്കാം. സംഭവം വണ്ടി സെൽഫ് എടുക്കുന്നതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആദ്യം ഒന്ന് നോക്കിയിട്ട് പിന്നെ കല്യാണം കഴിക്കുന്ന ഒരു മാരേജ് ഉണ്ട്, ട്രയൽ മാരേജ്. അത് കൊള്ളാം അല്ലേ?
അങ്ങനെ ഒരു മാരേജ് പാശ്ചാത്യ നാടുകളിൽ ഉള്ളതായ സംഭവം ഞാനീ പറയുന്നത്. നമുക്ക് ചിരി വരും സംഭവം. ഇതൊന്നും വലിയ നമ്മളിപ്പോൾ ചിരിക്കണ്ട, നമ്മുടെയൊക്കെ നാട്ടിൽ ഇപ്പോൾ ഉള്ളതാണ്. കോളേജിൽ പോകുമ്പോൾ ഈ ട്രയൽ എടുത്തിട്ടാണ് ഓക്കെ നിന്റെ വാപ്പായുടെ അടുത്ത് പറ ഞാൻ സംസാരിക്കാം, നമുക്ക് കല്യാണം കഴിക്കാം എന്നൊക്കെ പറയുന്നത്. അത് തന്നെയല്ലേ? ഈ അടുത്ത സമയത്ത് ഒരു ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ അവിടുത്തെ കുറെ കാര്യങ്ങൾ പെൺകുട്ടികളെ കുറിച്ച് പറയുന്നത് കേൾക്കണം. പോട്ടെ, പറയുന്നില്ല, വേണ്ട. എനിക്കത് കേൾക്കുമ്പോൾ പറയുമ്പോൾ ഒന്നും കൂടെ നമുക്ക് ടെൻഷനാണ്. എന്തിനാണൊക്കെ പറയുന്നത്? അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, പല പല മാരേജുകളാണ്. അതിൽപ്പെട്ട ഒരു മാരേജാണ് വൈഫ് സ്വാപ്പിംഗ്. അതാണ് ഇപ്പോഴത്തെ സുപ്രീം കോടതി നിയമം. വൈഫ് സ്വാപ്പിംഗ്, പരഭാര്യ പരണനം. അങ്ങോട്ട് നിന്റെ ഇഷ്ടത്തിന്. ഇപ്പൊ പണ്ട് ഈ ക്ലബ്ബുകളിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ ചാവി കൊണ്ടുവന്ന് ഒരു പാത്രത്തിലിടുക, കുലുക്കുക, എന്നിട്ടിടുക. ഏത് ചാവിയാണോ എടുക്കുന്നത് ആ പെണ്ണുമായിട്ട് പോകാം. ഇപ്പോഴും ഉണ്ട്, ഉത്തരേന്ത്യയിലൊക്കെ ഉണ്ട്. വലിയ വലിയ ക്ലബ്ബുകളിൽ ഇപ്പോഴും അങ്ങനെ ഉണ്ട്. അവരെടുക്കാം. ഇതിന് വൈഫ് സ്വാപ്പിംഗ് എന്നാണ് പറയുക. അതെടുത്തിട്ട് അവരങ്ങോട്ട് പോവാം. ചിലപ്പോൾ നമ്മുടെ ചാവി തന്നെയായിരിക്കും. അവൻ വണ്ടി ഇടിച്ചവനെ പോലെയായിരിക്കും തിരിച്ച് വീട്ടിൽ പോവുക. എൻ്റെ കഷ്ടകാലത്തിന് എന്നെ തന്നെ അതല്ല ചിലപ്പോൾ അറിയാൻ പറ്റില്ല ഏത് ചാവിയാ എടുക്കാൻ പറ്റിയത്. അങ്ങനത്തെ സിസ്റ്റങ്ങൾ ഇപ്പോഴും ഉണ്ട് അബീവേ. ഇതൊക്കെ നിലവിലുള്ളത് കൊണ്ടാണല്ലോ. പക്ഷെ ഇസ്ലാമിക പുരാതന കാലഘട്ടത്തിൽ അനറബികൾ ജാഹിലിയങ്ങൾ ചെയ്തിരുന്ന നിക്കാഹിനെ കുറിച്ച് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന കൂട്ടത്തിലൊക്കെ ഇതുണ്ട്. ഈ വരുന്ന വിഷയങ്ങളൊക്കെ അതുണ്ട്. അത് പോകട്ടെ. അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് സംഭവിക്കാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു 18 വയസ്സാകുമ്പോൾ നിങ്ങൾ കെട്ടിച്ചു കൊടുക്കും. നമ്മുടെ ചെറുപ്പക്കാർക്ക് ഒരു 21 വയസ്സ് അല്ലെങ്കിൽ ഒരു 22 വയസ്സ് കല്യാണം കഴിച്ചുകൂടെ? പ്രായത്തല്ലേ? അവൻ പിഴച്ചു പോവില്ല. എന്റെ കുട്ടി വളർന്നിട്ടില്ല, എന്റെ കുട്ടി വളർന്നിട്ടില്ല, ഉമ്മ സമ്മതിക്കൂല. 21 വയസ്സല്ല, 29 വയസ്സാലും പെണ്ണടിക്കൂല ഉമ്മമാര്. ചില ഉമ്മമാര് സമ്മതിക്കൂല. എന്റെ കുട്ടി വളർന്നിട്ടില്ല, എന്റെ മോനെ ഓം വളർന്നിട്ടില്ല, ഓം വളർന്നിട്ടില്ല, ഓം വളർന്നിട്ടില്ല, ഓം വളർന്നിട്ടില്ല. കല്യാണം കഴിച്ചു കൊടുത്ത ഒരു വർഷത്തിൽ 2 മക്കളെ പ്രസവിപ്പിക്കാനുള്ള വളർച്ച അവനുണ്ട്. എന്റെ പൊന്നുമ്മ, ഇനി നിങ്ങൾക്ക് ബോധം വെച്ചിട്ടില്ലല്ലോ, ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക. എന്തായത്? അതുകൊണ്ട് 18 വയസ്സാകുമ്പോൾ പെൺകുട്ടികളെ കെട്ടിക്കുക, 21 വയസ്സാകുമ്പോൾ ആൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാം. ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം മാതാപിതാക്കൾ. കല്യാണ ദിവസം പറയേണ്ടത് നബി തങ്ങൾ പഠിപ്പിച്ച വാക്കാണ്. കല്യാണ ദിവസം തന്റെ പെണ്ണിന്റെ കൈക്ക് പിടിച്ചിട്ട് പാപ്പ പറയട്ടെ, തന്റെ മകളുടെ കൈക്ക് പിടിച്ചിട്ട് പറയട്ടെ, തന്റെ മകന്റെ കൈക്ക് പിടിച്ചിട്ട് പറയട്ടെ, യാ ബുനയ്യ, മകനെ, മകളെ, അദ്ദബ്തുക, നിന്റെ ഉപ്പയാണ് മകളെ പറയുന്നത്. അദ്ദബ്തുക, നിന്നെ ഞാൻ മര്യാദ പഠിപ്പിച്ചു. വഅല്ലംതുക, നിനക്ക് ഞാൻ ഭൗതികമായ ആത്മീയമായ വിജ്ഞാനം പഠിപ്പിച്ചു തന്നു. വൻകഹതുക, നീ പിഴച്ചു പോകാതെ നിനക്ക് അനുയോജ്യയായ ഇണയെ ഞാൻ നിനക്ക് നിക്കാഹ് ചെയ്ത് തന്നു. ശേഷം ആ വാപ്പ അള്ളയോട് പറയണം, അല്ലാഹുവേ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഫിത്നതിഹി ഫിദ്ദുനിയാ വഅദാബിഹി ഫിൽ ആഖിറ. ഒരു വാപ്പ എന്ന നിലയിൽ, ഒരു ഉമ്മ എന്ന നിലയിൽ, ഈ മാതാപിതാക്കൾക്ക് മക്കളോടുള്ള കടമ എന്ന നിലയിൽ പടച്ചവനെ തന്റെ മക്കളെ വളർത്തിയെടുത്ത് മര്യാദ പഠിപ്പിച്ച് ഇൽമു പഠിപ്പിച്ച് അവർക്ക് അനുയോജ്യരായ വിവാഹം ഞാൻ നടത്തിക്കൊടുത്തു. അല്ലാ, ഇനി എന്റെ മക്കള് പിഴച്ചു പോയാൽ, ഇനി എന്റെ മക്കള് വ്യഭിചരിച്ചാൽ അതിന്റെ പേരിൽ ആഖിറത്തിൽ നീ ഞങ്ങളെ പിടിക്കരുതേ അല്ലാ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഫിത്നതിഹി ഫിദ്ദുനിയാ വഅദാബിഹി ഫിൽ ആഖിറ. എന്റെ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും എന്റെ മക്കളുടെ തെറ്റുകൾ കാരണമായി ഞങ്ങളെ അപമാനിക്കരുതേ, കളിയാക്കരുതേ, നിസാരപ്പെടുത്തരുതേ എന്ന് ഓരോ മാതാപിതാക്കളും കല്യാണ സദസ്സിൽ വെച്ച് പറയണമെന്ന് കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിക്കാഹ് നടത്തി കൊടുത്തിട്ട് തൻ്റെ മകളെ വിളിച്ചിട്ട് പറയണം, മോളെ, നിന്നെ ഞാൻ പഠിപ്പിച്ചു, നിന്റെ ഉപ്പയാണ് ഞാൻ. അവളുടെ കൈയെടുത്ത് നെഞ്ചിൽ വെച്ചിട്ട് പറയണം, മോളെ, നിന്റെ ഉപ്പയാണ് ഞാൻ, നിന്നെ ഞാൻ എൻ്റെ ഹക്കനുസരിച്ച് നിന്നെ ഞാൻ പഠിപ്പിച്ചു, നിന്നെ ഞാൻ മര്യാദ പഠിപ്പിച്ചു, നിനക്ക് ഞാൻ ഇൽമു പഠിപ്പിച്ചെന്നു, എൻ്റെ കൺമുന്നിൽ നീ പിഴച്ചിട്ടില്ല, നിനക്ക് യോജിച്ച ഒരു വരനെ ഞാനിതാ കണ്ടെത്തി തന്നു, അവൻ്റെ കൈകളിൽ നിന്നെ ഏൽപ്പിച്ചു. ഇനി നീ തെറ്റ് ചെയ്താൽ ആഖിറത്തിൽ നിന്റെ ഉപ്പ കുറ്റക്കാരനല്ല. അത് പറയണം. ഏതെങ്കിലും അപ്പന്മാര് പറയാറുണ്ടോ? ഇല്ല. പറയാറുണ്ടോ? ഇല്ല. ഇനി പറയണം.
സുന്നത്താണ്. നബി തങ്ങൾ പറഞ്ഞ വാക്കായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കാൻ. അത് പറയൂല, കെട്ടിപ്പിടിച്ചിട്ട് കരയല്ലേ മോളെ, ഉപ്പ ഇപ്പൊ വരും, നീ അങ്ങോട്ട് പൊയ്ക്കോ, നീ കരയല്ലേ എൻ്റെ പൊന്നല്ലേ, കരളല്ലേ, നീ കരയല്ലേ, നീ പൊക്കോ, ഞാനും ഉമ്മയും പുറകെ വരാം. ഇതാ പറയാ, ഇത് പറയൂല്ലോ. പണ്ട് കരയായിരുന്നു, ഇപ്പൊ കരച്ചില്ലൊന്നുമില്ല. പണ്ടാരോ ഒന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു, ഇറങ്ങിപ്പോന്നാ അറിയാം എങ്ങനെയെങ്കിലും. അതല്ല വേണ്ടത്. എന്ത് ചെയ്യണം? ഇത് പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കാണ്. ആ കുട്ടിയുടെ കൈക്ക് പിടിച്ചിട്ട് പറയണം. അതൊരു ഹൃദയത്തിൻ്റെ വാക്കാണ്, ഹൃദയസ്പൃക്കാണ്, അള്ളാഹുമായിട്ടുള്ള ഒരു കരാറാണ്. പടച്ചവനെ, എൻ്റെ മക്കളെ ഞാൻ എൻ്റെ കണ്ണിലുണ്ണിയായി ഞാൻ അവളെ വളർത്തിക്കൊണ്ടുവന്നു, അവൾ പിഴച്ചു പോകാതെ ഞാനൊരു ഹലാലായ നിലയിൽ ഞാനിതാ ഏൽപ്പിച്ചു. ഇനി അവൾ പിഴച്ചാൽ ഞാൻ കുറ്റക്കാരനല്ല. അള്ളാഹുവിനോട് നമ്മൾ പറഞ്ഞാൽ അത് സ്വീകരിച്ചാൽ നമ്മൾ നാളെ ആഖിറത്തിൽ പ്രശ്നമില്ല. ഇല്ലെങ്കിൽ ഈ കുട്ടി പിഴച്ചു പോയാൽ പിന്നെയും വാപ്പാക്ക് ഉത്തരവാദിത്തമായിരിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അങ്ങനെ ഹലാലായ നിലയിൽ, ഖൈറായ നിലയിൽ മക്കളെ വിവാഹം കഴിപ്പിച്ച് അയച്ചു കൊടുത്ത് ഇസ്ലാമിക ജീവിതത്തിൻ്റെ മാതൃക മക്കളായി മാറാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നിങ്ങളുടെ നാട്ടിൽ ഈ അലിഫിൻ്റെ കൂട്ടായ്മ വിളിച്ചു കൊണ്ടുവന്ന് വിഷയം തീർന്നിട്ടില്ല, ഒരുപാടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയൊക്കെ അള്ളാഹു തൗഫീക്ക് ചെയ്താൽ പറയാം. എങ്കിൽ തന്നെയും ഏകദേശം ഒരു അത്യാവശ്യമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയതും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയതുമായ ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ സൂചിപ്പിച്ച് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലേക്കാ? ഏകദേശം ആൺകുട്ടിയോടും പറയണം, പെൺകുട്ടിയോടും പറയണം. അതായത് നമ്മളിപ്പോൾ പെണ്ണിനെ കല്യാണം കഴിപ്പിച്ചത് പെൺകുട്ടി, ഇപ്പൊ ആണിനെയാണ് നമ്മൾ കെട്ടിക്കുന്നതെങ്കിൽ ആൺകുട്ടിയുടെ കയ്യിൽ വാപ്പാടെ കടമയാണ് മക്കളോട് പറയുക. അതാണായാലും ശരി, പെണ്ണായാലും ശരി. കുടുംബബന്ധം മുറിക്കാൻ പാടില്ല നേരത്തെ പറഞ്ഞല്ലോ. 5 കാര്യത്തില് കുടുംബബന്ധം വിശദീകരിക്കണമെങ്കിൽ ഇനി ഒരു ദിവസം വാതിൽ വയ്ക്കണം. 2 മണിക്കൂർ അതിൻ്റെ വിഷയം. 2 ദിവസം നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് പറയണം. അല്ലെ എല്ലാം കൂടെ പറയാം. ഇപ്പം തന്നെ 15 മിനിറ്റ് ഓവർ ടൈമാണ്. ഇല്ല കുഞ്ഞാപ്പൂവിൻ്റെ നാട്ടിലൊക്കെ പോയി 1.5 മണിക്കൂറേ പ്രസംഗിക്കുള്ളൂ. ഇതിപ്പോൾ 2 കാലം. എന്താ പിരിവില്ലാത്തത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ എപ്പോഴും ഉടായ്പ കാണിച്ച് എഴുന്നേറ്റ് പോയേനെ ഞാൻ. അൽഹംദുലില്ലാ, അള്ളാഹു മനസ്സിലാക്കുന്ന. ഇനി നമുക്ക് ഇനി ഒരു ദിവസം അടുത്ത വർഷം അള്ളാഹു തൗഫീഖ് കുടുംബ ബന്ധം മുറിക്കുന്നതിൻ്റെ കാണാപ്പുറങ്ങൾ, കുടുംബ ബന്ധവുമായി ബന്ധം, അതൊക്കെ 2 മണിക്കൂർ അതിൻ്റെ ഹദീസ് ആയത്ത് ഓതി പ്രസംഗിച്ചെങ്കിലേ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് പെട്ടെന്ന് ഞാൻ പിന്നെ എൻ്റെ ഇടയ്ക്ക് പറഞ്ഞു പോയതാണ്. ഭൂമി കുലുക്കും. ഇതിനിടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ വന്നല്ലോ. ഇൻഷാ അല്ലാഹ് ഏകദേശമൊക്കെ അത്യാവശ്യം പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ അമൽ ചെയ്യട്ടെ, പിന്നെ ബാക്കി നോക്കാം. എല്ലാം കൂടെ അടിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാതെ പോകും. അതുകൊണ്ട് കുറേശ്ശെയൊക്കെ അമലിൽ കൊണ്ടുവരാൻ ഞാനും പരിശ്രമിക്കാം, നിങ്ങളും പരിശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. എന്തെങ്കിലും നിങ്ങളുടെ നാട്ടിൽ വന്നിട്ട് തെക്കൻ കേരളക്കാരായ ഞങ്ങളുടെ ഭാഷയിൽ അല്ലെങ്കിൽ വർത്തമാനത്തിൽ എന്തെങ്കിലും ഇഷ്ടപ്പെടാതെ പോയിട്ടുണ്ടെങ്കിൽ സദയം അതെല്ലാം നിങ്ങൾ ക്ഷമിച്ചുകൊണ്ട് ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന വസിയത്തോടു കൂടി എൻ്റെ പ്രഭാഷണം വിരാമം കുറിക്കുന്നു.